As Okay. usually we are into professional listening. We actually provide a platform for women to talk without judgment and all that. But this is a different initiative under the same, platform. Okay. അപ്പൊ ഞാൻ പെട്ടെന്ന് ഡോക്ടറെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഐ leave the mic to you. So Okay. this is Nisha Hassan from W4W. The entire co-members are here from Women for World. Now, Dr. Mm. Feroz, as you all are aware, is a physician. He specializes in diabetology, in healthy weight management, obesity management, and also longevity. ഇതെല്ലാം നമുക്ക് വളരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന കുറച്ച് സബ്ജക്ട്സ് ആണ്. When you go through Mm. his social media handles like Instagram and YouTube, നമുക്കറിയാം സയന്റിഫിക് അപ്രോച്ച് ടു ഹെൽത്തി ഏജിങ് ഡോക്ടർ പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ വളരെ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ് മാനേജ് ചെയ്യാനുള്ള ടിപ്സും ഡോക്ടർ സ്ഥിരമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഡയബറ്റീസിനെ കുറിച്ചും ഒബിസിറ്റിനെ കുറിച്ചും. ഒരു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന്റെ അഡ്വക്കേറ്റ് ആണ് ഡോക്ടർ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഹാൻഡിൽ ചെയ്യാൻ ഐ തിങ്ക് വൺ ഓഫ് ദ മോസ്റ്റ് ക്വാളിഫൈഡ് ആൻഡ് ദ മോസ്റ്റ് നോളജബിൾ പീപ്പിൾ അറൌണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഡോക്ടറെ ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. Now, I won't take one single second also more from you. I'm leaving the platform open to you. Thank you so much താങ്ക് for യു. coming in. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന് എല്ലാവരോടും ഒരു താങ്ക് യു. കാരണം കൂടുതൽ ആളുകളിലേക്ക് ലോഞ്ചിവിറ്റിയുടെ ഐഡിയ റീച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗോളായിട്ട് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. സോ അപ്പം എനിക്ക് ആ സ്പീക്കേഴ്സ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു പാസീവായിട്ടൊരു ക്ലാസ് എടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു കാര്യമില്ല. സോ ഇപ്പം എന്നോട് അഡ്രസ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പെരിമെനോപോസൽ ഇഷ്യൂസിനെ എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് സംഭവം? ഈ ആക്ച്വലി പെരിമെനോപോസ് എന്ന് പറയുന്നത് എത്ര ഏജ് ഗ്രൂപ്പിലാണ് കൺസേൺഡ് ആവുന്നതെന്ന് ആർക്കെങ്കിലും അറിയാവോ? എത്ര ഏജ് ആയിരിക്കും ഒരു പെരിമെനോപോസ് എന്ന് പറഞ്ഞാൽ എത്ര ഏജ് ആയിരിക്കും എന്ന് ആർക്കെങ്കിലും അറിയോ? ചുമ്മാ പറഞ്ഞാൽ മതി. 40+ ആണോ? അപ്പം ബൈ ഡെഫിനേഷൻ അങ്ങനെ ഒരു 40+ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഇല്ല കേട്ടോ. പെരിമെനോപോസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഏർലി 30s പെരിമെനോപോസ് വരാം, ലേറ്റ് 30s പെരിമെനോപോസ് വരാം, 40s വരാം, ഈവൻ 50s വരാം. ഡിപ്പെൻസ് അപ്പോൺ നിങ്ങളുടെ ഒരു ഫിസിയോളജിക്കൽ ഏജ് അനുസരിച്ച് ഈ സാധനം മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പോ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉള്ള ഒരു ഫീമെയിൽ ആണെന്ന് വിചാരിക്കുക. അതായത് അവരുടെ കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, നല്ല ഡയറ്റ് നോക്കുന്നുണ്ട്, വെയിറ്റ് ഗെയിൻ ഇല്ല, വെയിറ്റ് ഒക്കെ കറക്റ്റ് ആണ്, BMI ഒക്കെ ഒരു 20-21 ഉള്ളൂ, വേറെ ഇൽനെസ് ഒന്നുമില്ല, പ്രത്യേകിച്ചും എൻഡോക്രൈൻ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, ഇപ്പൊ തൈറോയിഡ് ഇല്ല, ഡയബറ്റീസ് ഇല്ല, അങ്ങനെയൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ബൈ ഡെഫിനിഷൻ ലേറ്റ് 40s, അതായത് ഒരു 45 വയസ്സിന് ശേഷമാണ് ഈ പെരിമെനോപോസ് എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് നമ്മൾ വറി ചെയ്യേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പെരിമെനോപോസ് ഏജ് ഗ്രൂപ്പ് ഇന്ത്യയിൽ ഡിക്ലൈനിങ് ആണ്. ഡിക്ലൈനിങ് ആവാനുള്ളതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ടെണ്ണം. ഒന്നെന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് സ്ലീപ്പും പിന്നെ നമ്മുടെ BMI കൂടുന്നു എന്നുള്ളതാണ്. ഒരു 20 വർഷം മുന്നേ നമ്മുടെയൊക്കെ അമ്മമാര് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ അമ്മമാർക്ക് പെരിമെനോപോസ് എന്ന് പറയുന്നത് അവരുടെ ഒരു 45+ ആ പ്രായത്തിലുള്ള ഒരു പ്രശ്നമായിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ലൈഫ് സ്റ്റൈല്, ഇന്നത്തെ സ്ലീപ്പിന്റെയും ഇന്നത്തെ വെയിറ്റിന്റെ ഒക്കെ കാരണം കൊണ്ട് പെരിമെനോപോസ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു മിഡ് ടു ലേറ്റ് 30s ആണ്. ഒരു 38 തൊട്ട് 40 വയസ്സ് വരെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ പെരിമെനോപോസ്. അതായത് സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു 35-36 വയസ്സിലെ നമ്മൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോ ഹോസ്പിറ്റൽസിൽ കാണുന്ന ഈ ഹോസ്പിറ്റൽ ഷോപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഹോസ്പിറ്റൽ ഷോപ്പിംഗ് മീൻസ് എന്താ പറയാ, പീഡിയാട്രിഷ്യൻ ഒഴിച്ച് ബാക്കി എല്ലാ ഡോക്ടർമാരെ ഇങ്ങനെ കയറി കാണുക എന്നുള്ളതാണ് നമ്മൾ ഹോസ്പിറ്റൽ ഷോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഹോസ്പിറ്റൽ ഷോപ്പിംഗ് ഒഴിവാക്കുക എന്നുള്ളതാണ് ലോഞ്ചിവിറ്റിയുടെ ബേസിക് ഐഡിയ തന്നെ. ബേസിക്കലി ലോഞ്ചിവിറ്റി എന്ന് വെച്ചാൽ കൂടുതൽ കാലം മരുന്ന് കഴിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കുക, ICUയിൽ കിടക്കാതെ ഇഷ്ടപ്പെട്ടവരുടെ ഇടയിൽ കിടന്ന് തന്നെ മരിക്കുക. ഇതാണ് ലോഞ്ചിവിറ്റിയുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പൊ അതിന് ലേഡീസിനെ സംബന്ധിച്ച് ലോഞ്ചിവിറ്റിയുടെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് അഡിക്ഷനോ ഒന്നുമല്ല. അഡിക്ഷനേക്കാൾ ഉപരി ഇപ്പം മെയിൽസിലാണെങ്കിൽ കൂടുതലും അഡിക്ഷനും സ്ട്രെസ്സും ആണ് കൂടുതൽ പ്രശ്നം. നിങ്ങളുടെ കാര്യത്തിൽ അതിലെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ മെന്റൽ സ്റ്റെബിലിറ്റിയാണ്. അതിനെ അഫക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ എന്താ പറയുക ഹോർമോണൽ ഇംബാലൻസിനെ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വീട്ടിൽ 2 സ്ത്രീകൾ ഉണ്ടെങ്കിൽ എൽഡർലി ആയിട്ടുള്ള സ്ത്രീ യങ്ങർ ആയിട്ടുള്ള സ്ത്രീയുടെ ഹോർമോണൽ ഇംബാലൻസിനെ കുറിച്ച് ബോധവടല്ല എന്നുള്ളതാണ്.
അവർ ഓൾറെഡി ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളവരായിരിക്കും, പക്ഷെ അവർ ഇതിനെക്കുറിച്ച് ഒട്ടും ബോധേഡും അല്ല, ഒട്ടും കൺസേൺഡും അല്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് കൺസേണിങ് ആവാത്തതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ നാട്ടിലെ പുരുഷന്മാര് സത്യത്തിൽ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം, അവരുടെ ഇമോഷണൽ ആയിട്ട് എങ്ങനെ അഡ്രസ് ചെയ്യണമെന്ന് അറിയാതെ വളർന്നു വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു 25 വയസ്സ് തൊട്ട് മുകളിലോട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ്. ഇപ്പം ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഇക്വാലിറ്റി ഒക്കെ കുറിച്ച് കുറെ ഐഡിയാസ് ഉള്ളത് കൊണ്ടും അവർക്ക് കുറച്ചുകൂടെ എക്സ്പോഷർ കിട്ടുന്നതുകൊണ്ടും അവർ അതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഭർത്താക്കന്മാരും നിങ്ങളുടെ, ഇപ്പം ഞാൻ പറയുന്ന ഒരു 25-ന് മുകളിലോട്ടുള്ള പുരുഷന്മാർക്ക് ഇതിനെ അഡ്രസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി ഒരു 30% ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ അറിയത്തില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെരിമെനോപോസൽ ഡിഫിക്കൽറ്റി വരുന്ന സമയത്ത് അതിനെ അഡ്രസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യിക്കുക, ഇപ്പം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ അതിനെ അഡ്രസ് ചെയ്യിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടൂടെ എടുക്കുക. അല്ലാതെ ഹസ്ബൻഡ് എന്നെ മനസ്സിലാക്കുന്നില്ല, അതുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ അവരെ മനസ്സിലാക്കാൻ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ ഹെൽത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും ഇപ്പോ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ CBSE-ലൊക്കെ 10th പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അവരാരും അത് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുകയോ ചെയ്യാറില്ല. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് അത് ചെയ്യാത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇന്ന് 40 വയസ്സുള്ള സ്ത്രീ അവരുടെ ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്ന അവഗണനയുടെ ബേസിസ് എന്ന് പറയുന്നത്. സോ അപ്പൊ അതിന് ഈ ആൺകുട്ടികളുടെ ചൈൽഡ്ഹുഡ് ആണ് പ്രശ്നം. അതിപ്പോ നമുക്ക് പോയി റിവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരെ അവെയർ ആക്കുക എന്നുള്ളതാണ്. അവെയർ ആക്കാന് നമ്മള് ശ്രമിക്കുക, അതായത് സ്ത്രീകൾ ശ്രമിക്കുക, ഡോക്ടേഴ്സ് ശ്രമിക്കുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. സോ അപ്പൊ അതിൽ പെരിമെനോപോസിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്ന 3 കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം ഈ എന്താ പറയാ, ഒരു പുരുഷൻ എന്ന നിലയിൽ പെരിമെനോപോസൽ സിംറ്റംസ് മനസ്സിലാക്കുന്നതിന് എനിക്ക് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും എന്നോട് വന്ന് പറയുന്ന പേഷ്യൻസിന്റെയും പിന്നെ നമ്മുടെ ഡേറ്റയുടെയും ഒരു അനാലിസിസിൽ നമുക്ക് പറയാവുന്ന പെരിമെനോപോസൽ സിംറ്റംസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെന്ന് പറയുന്നത് ഫിസിക്കൽ സിംറ്റംസ് ആണ്. നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഹോട്ട് ഫ്ലഷസ് ആണ്. ശരീരത്തിന് ഭയങ്കരമായിട്ട് ചൂട് തോന്നുക, അതുപോലെ ഭയങ്കര നെഞ്ചിരിപ്പ് തോന്നുക, മുടി കൊഴിച്ചിൽ വരിക, നിങ്ങളുടെ എന്താ പറയുക ശരീരം ഭയങ്കരമായിട്ട് വണ്ണം വെക്കുക, ഡൈജഷന്റെ പ്രശ്നങ്ങൾ, എപ്പോഴും ഗ്യാസ് ആയിരിക്കും, അതേപോലെ ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ചില ആൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, പെട്ടെന്ന് അങ്ങ് മുട്ടുവേദന, കൈവേദന, കാലുവേദന വരും. ഒരു കുഴപ്പമില്ലാത്ത ആളായിരിക്കും, ഒരു 5 to 6 months മുട്ടുവേദന, കാലുവേദന, മൾട്ടിപ്പിൾ ജോയിന്റ് പെയിൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ എൻഡോക്രൈൻ പ്രശ്നങ്ങളും ഇതിന്റെ കൂടെ ഉണ്ടാവാം. ഇപ്പൊ തൈറോയിഡിന്റേതായ ഫീച്ചേഴ്സ് ഉണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങൾ വരാം. രണ്ടാമത്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ എൻഡോക്രൈൻ പ്രശ്നങ്ങളാണ്. നിങ്ങൾ ഒരു 35 to 40 years നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നിങ്ങൾക്ക് ആർജിച്ചെടുക്കുന്ന കുറെ അസുഖങ്ങൾ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹൈ കാർബ് ഡയറ്റ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 35 വയസ്സ് വരെ കുഴപ്പമൊന്നും കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരം അതിനെ വരും. എന്ന് വെച്ചാൽ ഇപ്പോ ടൈപ്പ് 2 ഡയബറ്റീസ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം എന്ന് പറയുന്നത് പെരിമെനോപോസൽ സമയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും ആ സമയത്ത്. സോ ഡയബറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ആ സമയത്തായിരിക്കും പുറത്തു വരിക. അതുപോലെ തന്നെയാണ് ഹൈപ്പോതൈറോയിഡിസം, അതുപോലെ ക്രോൺസ് ഡിസീസ്, അല്ലെങ്കിൽ ഇപ്പോ കുഷിംഗ് സിൻഡ്രോം, അഡിസൺസ് ഡിസീസ്, അങ്ങനെ കുറെ എൻഡോക്രൈൻ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് പുറത്തു വരിക ഈ ഏജിലായിരിക്കും. അപ്പൊ അതാണ് എൻഡോക്രൈൻ സൈഡ് എന്ന് പറയുന്നത്. മൂന്നാമത്താണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഭാഗം. അതെന്ന് പറയുന്നത് ഈ സൈക്കോളജിക്കൽ ആൻഡ് സൈക്കാട്രിക് ഇൽനെസ്സസ് ആണ്. ഞാൻ ഇൽനെസ് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ അത് ആക്ച്വലി ട്രീറ്റ് ചെയ്യേണ്ട, അഡ്രസ് ചെയ്യേണ്ട ഒരു സാധനം ആയതുകൊണ്ടാണ് അതിനെ ഇൽനെസ് എന്ന് പറയുന്നത്. അല്ലാതെ ആർക്കും വട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിന് ഒരു ഡോക്ടറെ കാണേണ്ട, ഒരു കൺസൾട്ടന്റിനെ കാണേണ്ട ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ നമ്മൾ എന്തൊക്കെയോ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സ്റ്റിഗ്മ ഒക്കെ ഉള്ളത് കൊണ്ട് അത് ആരും അഡ്രസ് ചെയ്യാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. സോ അത് കുറച്ചുകൂടെ കാര്യമായിട്ട് അഡ്രസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ സൈക്കാട്രിക് അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അത് അഡ്രസ് ചെയ്യുന്ന വഴി ബാക്കി 2 പ്രശ്നങ്ങളും കുറെ കൂടെ ബെറ്റർ ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾക്ക് നിർഭാഗ്യവശാൽ ടൈപ്പ് 2 ഡയബറ്റീസ് വന്നു എന്ന് വിചാരിക്കുക. ടൈപ്പ് 2 ഡയബറ്റീസ് വരുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഡയബറ്റീസിനെ 10 to 15% വരെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ഡോപ്പമിൻ കൂടുക.
അപ്പൊ ഒരു സ്ത്രീ ഹാപ്പി ആവുന്ന എപ്പോഴാണ്? അവരുടെ ഫാമിലി സർക്കംസ്റ്റാൻസസ് ഹാപ്പി ആകുമ്പോഴാണ്. ഫാമിലി സർക്കംസ്റ്റാൻസ് ഹാപ്പി ആവുന്ന പറയുന്നത് ഞാൻ ഈ പറഞ്ഞ മൂന്നാമത്തെ കമ്പോണന്റ് ബെറ്റർ ആകുമ്പോഴാണ് ഉണ്ടാവുക. അപ്പം ആ മൂന്ന് കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് ശരിക്കും പെരിമെനോപോസൽ പീരീഡ് എന്ന് പറയുന്നത് അതൊരു പീരീഡ് മാത്രമാണ്. ഒരു 4 to 8 ഇയേഴ്സ് മാക്സിമം അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാകത്തുള്ളൂ. 4 to 8 ഇയേഴ്സ് കഴിയുമ്പോൾ ശരീരം അതിനെ സ്റ്റെബിലൈസ് ചെയ്യും. നമ്മളിപ്പം അഡോളസെൻസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് പെരിമെനോപോസ്. ഇപ്പൊ 12 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെ നിങ്ങളുടെ കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര വാശിയായിരിക്കും. അതുപോലെ തന്നെയാണ് പെരിമെനോപോസും. നിങ്ങൾക്ക് പെരിമെനോപോസ് തുടങ്ങിയ ഒരു 4 to 8 ഇയേഴ്സ് കൊണ്ട് ഈ സിംറ്റംസ് എല്ലാം മാറും. പക്ഷേ ഈ സിംറ്റംസ് മാറുമ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ 4 to 8 ഇയേഴ്സ് കൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരും. നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരും, ഭയങ്കര സങ്കടം വരും. ഈ കുട്ടികളൊക്കെ വന്നിട്ട് പറയാം, അമ്മ പഴയ അമ്മയല്ല, അമ്മയ്ക്ക് എന്നോട് പഴയതുപോലെ സ്നേഹമില്ല, എന്തോ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര വാശിയാണ്, മനസ്സിലാക്കുന്നില്ല. ഭർത്താക്കന്മാർ വന്ന് പറയും ഭാര്യ ഫുൾ ടൈം അങ്ങ് പരാതിയാന്നൊക്കെ പറയും. അപ്പൊ ഈ പരാതികളും ദേഷ്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഡാമേജ് വരും. റിലേഷൻഷിപ്പ് ഡാമേജ് വരുമ്പോ ഇപ്പൊ ഒരു സൈഡില് ഭർത്താവ് പഴയതുപോലെ ഇരിക്കുകയായിരിക്കും. ഇപ്പൊ അച്ഛൻ മക്കള് നോക്കാൻ തന്നെ അച്ഛൻ നോർമലായിരിക്കും, അമ്മ മാത്രമാണ് മാറിയത്. അപ്പൊ ഈ 4-5 വർഷം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് മക്കള് മനസ്സിലാക്കാത്തിടത്തോളം മക്കളും അമ്മയും തമ്മിലുള്ള തമ്മിലുള്ള റിലേഷൻഷിപ്പ് പിന്നെ ഈ സ്ത്രീ മരിക്കുന്നത് വരെ അവരുമായിട്ട് ഭയങ്കര മോശമായിരിക്കും. സോ അതുകൊണ്ട് ഈ 4 to 8 ഇയേഴ്സ് നമ്മളെ എങ്ങനെ മാനേജ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെ ഉണ്ടാവും, ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെ ഉണ്ടാവും എന്ന് ജഡ്ജ് ചെയ്യപ്പെടുക. സോ അതുകൊണ്ടാണ് ഈ പെരിമെനോപോസ് ഇത്രയും ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാം. അല്ലാതെ ഈ ഡയബറ്റിസ് പോലെ ഒരു ക്രോണിക് ഇൽനെസ് അല്ല. നിങ്ങൾ മരിക്കുന്നവരെ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാവിയിൽ അഫക്റ്റ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് പെരിമെനോപോസ് ഇത്രയും ഇമ്പോർട്ടന്റ് ആവുന്നത്. ഈ പെരിമെനോപോസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക ഓവറിയുടെ മാത്രമുള്ള ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ യൂട്രസിന്റെ മാത്രമുള്ള ഒരു പ്രശ്നമാണെന്നാണ്. ആക്ച്വലി പെരിമെനോപോസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിക്കലി ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. അതായത് തലച്ചോറ് തൊട്ട് നഖം വരെ എല്ലാ ഓർഗൻസിനെയും അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇത് കുറച്ച് സയൻസ് പറയാണ്, ബോറടിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ നിർത്താം. അപ്പൊ ഈ പെരിമെനോപോസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം പെരിമെനോപോസ് ടൈമിൽ കൂടുതലായിരിക്കും. ബ്ലഡിനകത്ത് നമുക്ക് എല്ലാവർക്കും ഇൻസുലിൻ ഉണ്ട്, ഇൻസുലിൻ കൂടുതലായിരിക്കും. ഇൻസുലിൻ കൂടി നിൽക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാല് സ്ത്രീകളിലും പുരുഷന്മാരിലും ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവും. അപ്പൊ ഈ ടെസ്റ്റോസ്റ്ററോൺ പിന്നീട് കൺവേർട്ട് ചെയ്ത് ഈസ്ട്രജൻ ആവുമ്പോഴാണ് സ്ത്രീ ആവുന്നതും അത് കൺവേർട്ട് ആവാത്തത് കൊണ്ടാണ് പുരുഷനായിരിക്കുന്നത്. അപ്പൊ ഈ ഇൻസുലിൻ കൂടി നിൽക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഈ ടെസ്റ്റോസ്റ്ററോണിനെ ഈസ്ട്രജൻ ആവാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ശരീരത്തിൽ ഈസ്ട്രജൻ കുറയുകയും ചെയ്യും, ടെസ്റ്റോസ്റ്ററോൺ കൂടുകയും ചെയ്യും. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾക്ക് PCOD വന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അതെല്ലാം ഉണ്ടാകാം. അങ്ങനെയാണ് ഈ ലോ ഈസ്ട്രജൻ ലെവൽ ഉണ്ടാകുന്നത്. ഈസ്ട്രജൻ കുറയുന്നതിനനുസരിച്ച് പ്രൊജസ്ട്രോൺ ലെവലിന് വേരിയേഷൻസ് വരും. അതുപോലെ തന്നെ ഈ ഇൻസുലിൻ കൂടി ഇരിക്കുന്നതുകൊണ്ട് ഹൈപ്പർ ഇൻസുലിനിക് ആവും നിങ്ങൾ. അതുകൊണ്ട് അതിന്റെ സിംറ്റംസും വരും. ഈ 3 കാര്യങ്ങളാണ് ബാക്കി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഇതിനെ കൺട്രോൾ ചെയ്ത് ടെസ്റ്റോസ്റ്ററോൺ കറക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അതുവഴി മാത്രമേ ഈ പെരിമെനോപോസിന്റെ സിംറ്റംസ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും സിംറ്റംസിനെ മാനേജ് ചെയ്യാനായിരിക്കും നോക്കുക. സിംറ്റംസിനെ മാനേജ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഹോസ്പിറ്റൽ ഷോപ്പിംഗ് പരിപാടി നടക്കുക. അതായത് നിങ്ങൾക്ക് നെഞ്ചുവേദന വരുമ്പോൾ നിങ്ങൾ കാർഡിയോളജിസ്റ്റിനെ കാണും, നിങ്ങൾക്ക് വയറുവേദന വരുമ്പോൾ നിങ്ങൾ ഗ്യാസ്ട്രോ കാണും, പീരീഡ്സിന് പ്രശ്നം വരുമ്പോൾ ഗൈനക്കിനെ കാണും, പിന്നെ കാലുവേദന വരുമ്പോൾ ഓർത്തോയെ കാണും, തലകറക്കം വരുമ്പോൾ ന്യൂറോയെ കാണും. അങ്ങനെ ഓരോരുത്തരും 2 മരുന്ന് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് 10 മരുന്നാവും. അപ്പൊ ഈ 10 മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ അടുത്തത് ഫാറ്റി ലിവർ വരും. പിന്നെ ആ ഫാറ്റി ലിവർ ട്രീറ്റ് ചെയ്യാൻ നടക്കണം. അപ്പൊ അങ്ങനെ ഓരോന്ന് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ആ ഒരു കോർ പ്രശ്നം എന്താണോ അതിനെ അഡ്രസ് ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാം. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയവും എന്താ പറയാ നമ്മുടെ ഒരുപാട് മെന്റൽ സ്ട്രെസ്സും കുറഞ്ഞു കിട്ടും. സോ അങ്ങനെ ഒരു അപ്രോച്ച് ആയിരിക്കും കുറച്ച് നല്ലത്. അപ്പം ഓരോരുത്തർക്കും ഇതിൽ ഓരോ ഡൗട്ട്സ് ആയിരിക്കും ഉണ്ടാവുക. ഞാനിങ്ങനെ പാസീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എത്ര വേണേലും പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാല് പക്ഷെ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാവണമെന്ന് നിർബന്ധമില്ല. സോ ആരെങ്കിലും സംശയങ്ങളായിട്ട് ചോദിക്കാം, സംശയങ്ങളായിട്ട് ഓരോരുത്തരായിട്ട്
ചോദിച്ചു കഴിഞ്ഞാല് ആ സംശയം തന്നെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാവുക. സോ ആ ഡൗട്ട്സിനകത്ത് നിന്ന് നമുക്കൊരു കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങളുടെ ഡൗട്ട്സിനകത്ത് എന്തെങ്കിലും വന്നില്ലെങ്കിൽ മാത്രം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പം ഓരോരുത്തരായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടർ, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആദ്യം ആ ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാമെന്ന് തോന്നുന്നു. അതൊരു ഓക്കെ. ഫോറത്തില് പലരും ഒന്നിച്ച് അതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം അതിൽ നിന്ന് തുടങ്ങാം. ശരി. അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഈ കോൺസ്റ്റന്റ് എക്സോഷൻ. അതാണ് പലരും ഫേസ് ചെയ്യുന്ന ഒരു വളരെ വളരെ അപ്പൊ ആ കോൺസ്റ്റന്റ് ഫിസിക്കൽ എക്സോഷൻ കാരണം മെന്റലിയും ഇമോഷണലിയും എല്ലാം ടയേർഡ് ആയിട്ടുണ്ട്. അപ്പൊ അതൊരു പെരിമെനോപോസിന്റെ ഒരു നോർമൽ പാർട്ടാണോ? എന്താണ് ഇത്രയും ഡീപ്പ് ഫെറ്റീഗ് വരാനുള്ള കാരണം? അതാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡീപ്പ് ഫറ്റീഗ് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജൻ കുറയുന്നത് തന്നെയാണ്. ഈസ്ട്രജൻ കുറയുമ്പോൾ നിങ്ങളൊരു ഗർഭിണിയെ ആലോചിച്ച് നോക്കുക. ഗർഭിണിക്ക് എപ്പോഴും ടയേർഡ് ആയിരിക്കും. ഗർഭിണി ടയേർഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി പ്രിസർവ് ചെയ്യാൻ വേണ്ടി ശരീരം ഈസ്ട്രജൻ കുറയ്ക്കുന്നത് കൊണ്ട് പറ്റുന്നതാണ്. അപ്പം ഈസ്ട്രജൻ കുറയുന്നതിനനുസരിച്ച് നിങ്ങൾ ടയേർഡ് ആയിരിക്കും. അത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെന്ന് പറയുന്നത് ഈ അമ്മ ഭാര്യ എന്ന് പറയുന്നത് ഒട്ടും റിവാർഡിങ് ആയിട്ടുള്ള ഒരു ജോലിയല്ല. മനസ്സിലായോ? ഒരു റിവാർഡും കിട്ടാത്തൊരു ജോലിയാണ്. അപ്പോ ഈ ഈസ്ട്രജൻ നോർമൽ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റിവാർഡ് കിട്ടാത്തതിന് നിങ്ങൾ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ശരീരം എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിന് ഒരു എനർജി എക്സ്പെൻഡിച്ചർ, അതായത് നമ്മുടെ ശരീരം അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ എനർജി ഉപയോഗിച്ചിട്ട് ജോലി ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് റിവാർഡ് വേണം. ആ റിവാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യൂ. പക്ഷെ നോർമലി ഈസ്ട്രജൻ നോർമൽ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് റിവാർഡ് കിട്ടിയില്ലെങ്കിൽ അവരുടെ മൈൻഡ് അത്യാവശ്യം അത് സെറ്റ് ചെയ്താൽ പോകും. പക്ഷെ ഈസ്ട്രജൻ കുറയുന്ന സമയത്ത് നിങ്ങൾക്ക് റിവാർഡോടെ കിട്ടാതിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബ്രെയിൻ തന്നെ പറയും നെക്സ്റ്റ് ടൈം ഇത് ചെയ്യേണ്ടാവും. കാരണം എനർജി എക്സ്പെൻഡിച്ചർ വെച്ച് നോക്കുമ്പോൾ ശരീരത്തിന് പ്ലഷർ കിട്ടുന്നില്ല, സന്തോഷം കിട്ടാത്തത് കൊണ്ട് ശരീരം അതിൽ നിന്ന് ബാക്ക് അടിക്കും. സോ റിവാർഡ് കിട്ടുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ റീസൺ ആണ്. പിന്നെ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആണ്. ബേസിക്കലി സ്ത്രീകൾക്ക് ഈ സമയത്ത് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഭയങ്കര കൂടുതലായിരിക്കും. കാരണം ഹൈപ്പർ ഇൻസുലിനിയ കാരണം ഇൻസുലിൻ കൂടി നിൽക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ഒരുപാട് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് വൈറ്റമിൻ D12, കാൽസ്യവും വൈറ്റമിൻ D3, പിന്നെ മഗ്നീഷ്യം, ഈ 4 സാധനങ്ങൾ എന്തായാലും കുറവായിരിക്കും. ഇത് തലച്ചോറിന്റെയും മസിലിന്റെയും വർക്കിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. സോ അതില്ലാത്തതും ഒരു കാരണമാണ്. സോ ഇത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാന്ന് ചോദിച്ചാൽ ഒന്നെന്ന് പറയുന്നത് ഫാമിലി മാനേജ്മെന്റ് തന്നെയാണ്. കാരണം ഭർത്താവിനോടും മക്കളോടും ഒരു ഡോക്ടർ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയുന്ന ഡോക്ടർ പറഞ്ഞു കൊടുക്കണമെന്ന് തന്നെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം അടുപ്പമുള്ള, നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, എപ്പോഴും ആക്സസിബിൾ ആയ ഒരു ഡോക്ടറെ കണ്ടിട്ട് ഫാമിലി ആയിട്ട് പോയി കാണാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു 5 വയസ്സുള്ള കുട്ടി ഉണ്ടെങ്കിൽ ആ 5 വയസ്സുള്ള കുട്ടി, ഇപ്പൊ എല്ലാവരും ചോദിക്കും 5 വയസ്സുള്ള കുട്ടി എന്ത് മനസ്സിലാക്കാനാണ്. 5 വയസ്സുള്ള കുട്ടിക്ക് നമ്മൾ ദൈവം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ആ കുട്ടിക്ക് മനസ്സിലാക്കാമെങ്കിൽ അമ്മ എന്താണെന്ന് പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാനുള്ള പ്രായവും യുക്തിയും അവൻ ആ പ്രായത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് 5 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയെയും നിങ്ങളുടെ വീടിന്റെ മതിൽക്കെട്ടിനകത്ത് ആരൊക്കെ ഉണ്ടോ അവരെ എല്ലാം കൊണ്ട് ഒരു ഡോക്ടർക്ക് പോയിട്ട്, അത് അമ്മായിയമ്മയോ അമ്മൂമ്മയാണെങ്കിൽ അവരെയും കൊണ്ടടക്കം വീട്ടിൽ പോയിട്ട്, അല്ല ഡോക്ടറെ OP-യിൽ പോയിട്ട് ഡോക്ടറെ കൊണ്ട് അവരെ ഈ പെരിമെനോപോസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ റിവാർഡ് എന്ന് പറയുന്ന സാധനം കിട്ടത്തുള്ളൂ. സോ അതുകൊണ്ട് ഏറ്റവും അടുത്ത ആക്സസിബിൾ ആയ ഡോക്ടറെ കണ്ടിട്ട് ഫാമിലി ആയിട്ട് എന്തെങ്കിലും കുട്ടികൾക്കും വീട്ടിലുള്ള എൽഡർലി ആയിട്ടുള്ള വിമൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ അവര് നിങ്ങൾക്ക് കുറച്ച് റിവാർഡ് തരും. നമുക്ക് റിവാർഡ് ചോദിച്ചു വാങ്ങാൻ പറ്റില്ല, അവരറിഞ്ഞു തരണം. അപ്പൊ അറിഞ്ഞു തരാനായിട്ട് അത് ചെയ്യുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഈ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യുക. മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കാൽസ്യം, വൈറ്റമിൻ D3 ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്താൽ എന്തായാലും കഴിച്ചേ പറ്റൂ. അത് നിങ്ങൾ എത്ര ടെസ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും കാൽസ്യം, വൈറ്റമിൻ D3 പെരിമെനോപോസിന്റെ സിംറ്റംസ് തുടങ്ങുന്ന അന്ന് തന്നെ കഴിച്ചു തുടങ്ങും. ഹലോ, ഡോക്ടർ, മൈക്രോ ന്യൂട്രിയൻസിന്റെ ഒന്നും കൂടെ പറയാമോ? വൈറ്റമിൻ B12, കാൽഷ്യം, വൈറ്റമിൻ D3, പിന്നെ ഒരെണ്ണം കൂടെ കാൽസ്യം, മഗ്നീഷ്യം. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ആക്ച്വലി മഗ്നീഷ്യം മാത്രം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം മഗ്നീഷ്യം ചിലർക്ക് കാണും, ചിലർക്ക് കാണത്തില്ല. സോ മഗ്നീഷ്യം മാത്രം ടെസ്റ്റ് ചെയ്യേണ്ടേ ഉള്ളൂ. മറ്റേത് നമുക്ക് ബ്ലൈൻഡ്ലി കഴിക്കാം, കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല.
നോ സൈഡ് എഫക്ട്സ്, പക്ഷെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാൽസ്യം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാൽസ്യം നോർമൽ ആണെങ്കിൽ പോലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന കാൽസ്യം എന്ന് പറയുന്നത് ബ്ലഡിനകത്തുള്ള കാൽസ്യം മാത്രമാണ്. ബ്ലഡിനകത്ത് മാത്രമല്ല കാൽസ്യം ഉള്ളത്, നമ്മുടെ ഞരമ്പുകളിനകത്ത് കാൽസ്യം ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡിനകത്ത് കാൽസ്യം ഉണ്ട്. ഇതൊന്നും ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മുടെ നാട്ടിൽ നിന്നില്ല. സോ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് ബ്ലഡിൽ കാൽസ്യം നോർമൽ ആണെന്ന് കരുതിയിട്ട് കാൽസ്യം കഴിക്കാതിരിക്കരുത്. ഞാനൊക്കെ ഉറപ്പ് തരാം, പെരിമെനോപോസൽ സിംറ്റംസ് ഉള്ള ഒരാള് വേറെ ഒന്നും കഴിച്ചില്ല, കാൽസ്യം വൈറ്റമിൻ D3 ടാബ്ലറ്റ് മാത്രം 15 ദിവസം കഴിക്കുകയാണെങ്കിൽ 16ാമത്തെ ദിവസം അവർക്ക് ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. സോ അതുകൊണ്ട് കാൽസ്യം വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തെന്ന് പറയുന്നത് സ്ലീപ്പ് ഇഷ്യൂസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചേക്കുന്നത്. സ്ലീപ്പ് ഇഷ്യൂസ് പെരിമെനോപോസിൽ വരാൻ ഒരു പ്രധാന കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. മനസ്സിലായോ? കൂടുതൽ സ്ത്രീകൾ ഇപ്പം അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളുടെ കാര്യം പറയുന്നത്, അവരെന്ന് പറഞ്ഞാല് ഈ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന പോലെയാണ് അവരുടെ സ്ലീപ്പ് പാറ്റേൺ കുറെ കാലം പൊക്കോണ്ടിരിക്കുക. ഞാൻ പറയുന്ന ഒരു കുട്ടി ഉണ്ടായി ഒരു 35-40 ഇയേഴ്സ് വരെ അവരുടെ സ്ലീപ്പ് പാറ്റേൺ എന്ന് പറയുന്നത് നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന പോലെ ആയിരിക്കും. ഒരു 10 മണിക്ക് കിടക്കുക, 4 മണി 3:30 ആകുമ്പോൾ എഴുന്നേക്കുക, അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അങ്ങനെ ഇല്ലാത്തവരും ഉണ്ട്. ആ ലൈഫ് സ്റ്റൈൽ കാരണം തന്നെ അവർക്ക് പെരിമെനോപോസ് ആകുമ്പോഴത്തേക്കും സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് വരും. മഗ്നീഷ്യം എന്ന് പറയുന്നത് സ്ലീപ്പിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. സോ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മഗ്നീഷ്യം ചെക്ക് ചെയ്ത് നോക്കുക. മഗ്നീഷ്യം കുറവായിരിക്കാം, കുറവാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. പിന്നെ ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉറങ്ങാൻ വേണ്ടി മാത്രം ബെഡ്റൂമിൽ പോവുക. മനസ്സിലായില്ലേ? നമ്മുടെ ബ്രെയിനെ അത് ഒരു സിർക്കേഡിയൻ പദ്ധതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക. ഉറങ്ങാൻ വേണ്ടി മാത്രമേ ബെഡ്റൂമിൽ പോവാവൂ. ബെഡ്റൂമിൽ ഇരുന്ന് വർക്ക് ചെയ്യാനും പാടില്ല. പ്രത്യേകിച്ച് ബെഡിൽ ഇരുന്ന് വർക്ക് ചെയ്യുകയും ഫോൺ യൂസ് ചെയ്യുകയും ചെയ്യാതിരിക്കുക. നമ്മുടെ ശരീരത്തിന് മനസ്സിലാവണം ബെഡ്റൂമിൽ കയറുമ്പോൾ ഇയാൾ ഉറങ്ങാൻ പോവുകയാണെന്ന്. അങ്ങനെ ഒരു സിർക്കേഡിയൻ റിതം സെറ്റ് ആയാൽ മാത്രമേ നമ്മുടെ ഉറക്കം കറക്റ്റ് ആവത്തുള്ളൂ. പറ്റുമെങ്കിൽ റൂമിലെ ലൈറ്റ് മാറ്റിയിട്ട്, വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ വൈറ്റ് ലൈറ്റ് മാറ്റിയിട്ട് വാം ലൈറ്റ് ആക്കുക. രാത്രിയിലത്തെ ഫുഡ് കുറച്ച് നേരത്തെ കഴിക്കാൻ നോക്കുക. സേ ഫോർ എക്സാമ്പിൾ ഒരു 8 മണി 8:30 മുന്നേ ഫുഡ് കഴിക്കാൻ നോക്കുക. എന്നിട്ടൊരു 10 മണി ആകുമ്പോഴത്തേക്ക് ഉറങ്ങാൻ പോവുക. അത് ഫോഴ്സ് ചെയ്യുക. 10 മണിക്ക് ഉറങ്ങണമെന്ന് ശരീരത്തിന് ഫോഴ്സ് ചെയ്യുക. പിന്നെ ഈ ഉറങ്ങുന്നതിന് ഒരു 3/4 മണിക്കൂർ മുന്നെങ്കിലും ബ്ലൂ ലൈറ്റുകൾ ഒഴിവാക്കുക. ടിവിയും ഫോണും ഒരു 30-40 മിനിറ്റ്സ് മുന്നെങ്കിലും ഒഴിവാക്കുക. വായിക്കുന്ന ഒരു നല്ല ഓപ്ഷനാണ് പുസ്തകം വായിക്കുക. ഉറങ്ങാൻ നേരം പുസ്തകം വായിക്കാം. പുസ്തകം വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബുക്സ് വായിക്കുമ്പോഴുള്ള ഗുണം എന്താ പറഞ്ഞാൽ, ഒന്ന് ബ്രെയിൻ കുറച്ച് റിഫ്രഷ്ഡ് ആവും, ഇമാജിനേഷൻ കിട്ടും നമ്മൾക്ക് ബുക്ക് വായിക്കുമ്പോൾ. പിന്നെ എന്താ പറയുക, ഉറങ്ങുമ്പോൾ കണ്ണും കുറച്ച് ടയേർഡ് ആവും. സോ പെട്ടെന്ന് ഉറക്കം കിട്ടാനെ സഹായിക്കും. അതാണ് ഉറക്കത്തിന്റെ കാര്യം. മൂന്നാമത്തത് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന OPയിൽ കേൾക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്തുകൊണ്ടാണ് മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി, ആൻസൈറ്റി, ഡിപ്രസീവ് ഫീലിങ്സും വരുന്നത്? അതിന് ഒരു ഉത്തരവേ ഉള്ളൂ, പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കുന്ന എപ്പോഴാണ്, അതുകൊണ്ടാണ്. ഓൾറെഡി പ്രഷർ കുക്കറിനകത്ത് പ്രഷർ ഉണ്ടായിരുന്നു, പൊട്ടിത്തെറി അന്ന് വരുന്നു എന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ പ്രഷർ കുക്കർ ആവാതിരിക്കുക. പെരിമെനോപോസ് എത്തിയിട്ട് ദേഷ്യവും വിഷമവും അന്ന് വരെയുള്ള പരാതി ഒരുമിച്ച് പറയാൻ നിൽക്കാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ വിസിൽ വിട്ടേക്കുക. നിങ്ങൾക്ക് എന്താ പറയുന്നത്, എവിടെ ദേഷ്യം തോന്നുന്നു അവിടെ ദേഷ്യപ്പെടാൻ ശീലിക്കുക. എവിടെ സങ്കടം തോന്നുന്നു അവിടെ സങ്കടപ്പെടാൻ ശീലിക്കുക. എവിടെ പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നുന്നു അവിടെ പൊട്ടിച്ചിരിക്കാൻ തീരുമാനിക്കുക. ആരെയും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഭർത്താവിനോട് ദേഷ്യം തോന്നിയാൽ ഭർത്താവിനോട് ദേഷ്യപ്പെടുക, ഉമ്മയോട് ദേഷ്യം തോന്നിയാൽ അമ്മയോട് ദേഷ്യപ്പെടുക, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഒരാളോട് ദേഷ്യം തോന്നി അതിനോട് ദേഷ്യപ്പെടുക. അങ്ങനെ ദേഷ്യപ്പെട്ടിലുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും ഒരു ത്രെഷോൾഡ് ഉണ്ട്. ആ ത്രെഷോൾഡ് എത്തുമ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് പുറത്തു വരും. ഒരുമിച്ച് പുറത്തു വരുമ്പോൾ നമ്മളൊരു വിക്ടിമായിട്ട് മാറും. നമ്മുടെ ശരീരം തന്നെ നമ്മുടെ വിക്ടിമായിട്ടായിരിക്കും അഡ്രസ് ചെയ്യുക. സോ വിക്ടിമായിട്ട് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കാർ പോലെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. സോ ഇമോഷണലി ആദ്യമേ സ്റ്റേബിൾ ആവാൻ നോക്കുക. ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി വരും. കാരണം എന്താ വെച്ചാൽ ഈസ്ട്രജൻ കുറയുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പെരിമെനോപോസ് ഒന്നാവണ്ട, പീരീഡ്സിന് ഒരു 3-4 ദിവസം മുന്നേ എന്റെ മൈൻഡിൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അപ്പം ഈ ഒരു 4 വർഷം നീണ്ടു നിൽക്കുന്ന പീരീഡ്സ് ആണ് ആക്ച്വലി പെരിമെനോപോസ് എന്ന് പറയുന്നത്. സോ ആ സമയത്ത് ഈസ്ട്രജൻ കുറവാണ്ട് എന്തായാലും മൂഡ് സ്വിങ്സ് ഉണ്ടാവും. മൂഡ് സ്വിങ്സിന് നമുക്ക് എങ്ങനെ കുറയ്ക്കാമെന്ന് ചോദിച്ചാൽ, വർക്കിംഗ് വിമൻ ആണെങ്കിൽ മൂഡ് സ്വിങ്സ് കുറവായിരിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, നമ്മളെ ഫിസിക്കലി എൻഗേജ് ചെയ്യുന്ന, മെന്റലി എൻഗേജ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ചിന്തിക്കാൻ സമയം കൊടുക്കാതിരിക്കുക ശരീരത്തിന്. അതൊരു എളുപ്പം ഉള്ളൊരു വഴിയാണ്. പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ആളെ ഹസ്ബൻഡിനെയും കുട്ടികളെയും ട്രെയിൻ ചെയ്യുക. ഒരു ദിവസം എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട്, ഈ ഞാൻ പറഞ്ഞ ഡോക്ടറെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക. നിങ്ങൾ എല്ലാവരും ഇരുന്ന് പറയാം, മോനെ എനിക്ക് ഇതേപോലെ ഒരു പ്രശ്നമുണ്ട്, 3-4 കൊല്ലം ഞാൻ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞാലും മോനെ തിരിച്ചൊന്നും പറയരുത്.
ഞാൻ ദേഷ്യപ്പെട്ടാലും നിങ്ങൾ എന്നോട് തിരിച്ചൊന്നും പറയരുതെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അപ്പൊ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ദേഷ്യപ്പെടും. അത് നിങ്ങളുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ ദേഷ്യപ്പെടുന്ന സമയത്ത് അവര് തിരിച്ചു പറയത്തില്ല. അവര് തിരിച്ചു പറയാത്തപ്പോ ആ കോൺഫ്ലിക്റ്റ് പെട്ടെന്ന് മാറും. അപ്പൊ നിങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ടാകത്തില്ല. ഈ വഴക്ക് കഴിയുമ്പോൾ ഒരു റിഗ്രറ്റ് വരുമല്ലോ. അപ്പൊ ആ റിഗ്രറ്റ് ഒഴിവാക്കാൻ അത് സഹായിക്കും. കാരണം ഓൾറെഡി നിങ്ങൾ അവരെ ഇൻഫോം ചെയ്തതാണെന്നോ അവര് നിങ്ങളോടൊന്നും തിരിച്ചു പറഞ്ഞില്ല എന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ആ റിഗ്രറ്റ് പറയും. പിന്നെ നമുക്ക് കുറച്ച് മൂഡ് സ്വിങ്സ് ഒഴിവാക്കാൻ ഫുഡ്സ് ഉണ്ട്. കുറച്ച് ആഹാരത്തിൽ കൺട്രോൾ ചെയ്യാം. റെഡ് മീറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ഒരു 35-40 കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് മീറ്റേ കഴിക്കാതിരിക്കുക. ഈ ബീഫ്, മട്ടൻ അതുപോലത്തെ സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ജങ്ക് ഫുഡ് കഴിക്കാതിരിക്കുക. പാക്കറ്റിൽ വരുന്ന ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. വിശക്കുമ്പോൾ മാത്രം ഫുഡ് കഴിക്കുക. വിശക്കുമ്പോൾ ഫുഡ് കഴിച്ചാലുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ചാല് നമ്മുടെ സെൽ റീജുവനേഷൻ കുറച്ച് ഫാസ്റ്റർ ആയിരിക്കും. അപ്പം നമ്മുടെ ഫിസിയോളജിക്കൽ ഏജ് കുറയും. നമ്മുടെ ശരീരത്തിന്റെ പ്രായം കുറയ്ക്കാൻ അത് നല്ലതാണ്. സോ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഏറ്റവും നല്ല ഫുഡ് എന്നോട് ചോദിച്ചാൽ ഫിഷ് നല്ലൊരു ഓപ്ഷനാണ്. മീൻ നന്നായിട്ട് കഴിക്കുക. അത് പറ്റുമെങ്കിൽ കറി വെച്ചോ ബോയിൽ ചെയ്തോ കഴിക്കുക. ഫ്രൈ ചെയ്യുന്നത് കുറച്ചിട്ട്. ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല, ബെറ്റർ ഇസ് ദാറ്റ്. അല്ലെങ്കിൽ നട്ട്സ് നല്ലോണം കഴിക്കുക. ആൽമണ്ട്, ഡേറ്റ്സ് അതുപോലത്തെ സാധനങ്ങൾ നല്ലോണം കഴിക്കുക. ഷുഗർ കണ്ടന്റ് കുറയ്ക്കുക. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം, സാധാരണ ചോക്ലേറ്റ് കഴിക്കാതിരിക്കുക. ഷുഗറും കാർബോഹൈഡ്രേറ്റും കുറയ്ക്കുക. ഉച്ചയ്ക്ക് നല്ലതുപോലെ കാർബ് കഴിക്കുക, പക്ഷെ രാവിലെയും രാത്രിയും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നല്ലോണം കുറയ്ക്കുക. പ്രോട്ടീൻ ഏത് വേണമെങ്കിലും കഴിക്കാം. ഈ റെഡ് മീറ്റ് ഒഴിച്ച് ബാക്കി പ്രോട്ടീൻ ഏത് വേണമെങ്കിലും കഴിക്കാം. പിന്നെ ക്രിയേറ്റീവായ എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുക. എന്നോട് ചോദിച്ചാൽ പാട്ട് കേൾക്കുന്നത് ഭയങ്കര നല്ലതാണ്. അതും പേഴ്സണലൈസ്ഡ് മ്യൂസിക് ആയിരിക്കണം. നിങ്ങൾ ഒരു റേഡിയോയിൽ പാട്ട് കേൾക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പിൾ മ്യൂസിക്കോ സ്പോട്ടിഫൈയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഒരു ലൂപ്പിൽ ഇട്ടിട്ട് അത് ഹെഡ്സെറ്റ് വെച്ച് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പോലെ കേൾക്കുക. അങ്ങനെ കേൾക്കുന്നത് ബ്രെയിന് ഭയങ്കര റിഫ്രഷിങ് ആയിരിക്കും. ബ്രെയിനിന് പാറ്റേൺസ് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഒരു പാട്ടെന്ന് പറയുന്ന ഒരു റിതം കാണും. ആ റിതം വഴി നമുക്ക് ഒരുപാട് ആങ്സൈറ്റി അതുപോലത്തെ കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ എല്ലാ സോഷ്യൽ ഗ്യാതറിങ്സിനും പൊക്കോളുക. ഒരിക്കലും ഐസൊലേറ്റഡ് ആവരുത്. ഏത് സോഷ്യൽ, ഇപ്പൊ കല്യാണം ഉണ്ട് കല്യാണത്തിന് പോവാം, പെരുവാസരി ഉണ്ട് പെരുവാസരിക്ക് പോവാം, മരണം ഉണ്ട് മരണത്തിനോ എല്ലാത്തിനും പോവാം. പിന്നെ ഭക്തി വീട്ടിലേക്ക് മാത്രം ഒതുക്കുക. അമ്പലത്തിൽ കയറി നടക്കണ്ട, അല്ലെങ്കിൽ പള്ളിയിൽ കയറി നടക്കണ്ട. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഭക്തിയിലേക്ക് ചുരുങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിനും ഡേറ്റ ഉണ്ട്. ലൈക്ക് നമ്മുടെ മൈൻഡ് എന്താ പറയാ, ഒരുപാട് ആശുപത്രികളും അതുപോലെ തന്നെ ഒരുപാട് പള്ളികൾ, അമ്പലങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് ശരിക്കും കിട്ടുന്ന ഇമ്പൾസ് എന്ന് പറയുന്നത് നമുക്ക് എന്തോ ഒരു ഫിസിക്കൽ അൺവില്ലിങ്നെസ് ഉണ്ടെന്നാണ്. ആശുപത്രിയിൽ പോകുന്നതിനും അമ്പലത്തിൽ പോകുന്നതിനും അങ്ങനെ ഈ ഏജ് ഗ്രൂപ്പിൽ ഒരു പ്രശ്നമുണ്ട്. പ്രാർത്ഥിക്കുന്നത് ഭയങ്കര നല്ലതാണ്, പക്ഷെ പ്രാർത്ഥന കുറച്ച് പേഴ്സണലൈസ്ഡ് ആക്കുക. ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസിൽ പോകുന്നതും പരമാവധി കുറയ്ക്കുക. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ നെഗറ്റീവ് ആയ ഒരാൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൂടുതൽ നെഗറ്റിവിറ്റി ആയിരിക്കും കാണുന്നത്. അപ്പൊ ആ നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യും നമ്മൾ. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉള്ള സമയത്ത് ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും. പിന്നെ സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്റെ ഒരു എക്സ്പീരിയൻസിൽ യൂട്യൂബ് കാണുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഇൻസ്റ്റാഗ്രാമിനേക്കാളും. കാരണം യൂട്യൂബിന് അൽഗോരിതം ഇല്ല. നമ്മൾ ഈ TV കാണുന്ന പോലെ ഉള്ളൂ യൂട്യൂബിനകത്ത്. ഷോർട്സ് അല്ല ഞാൻ പറഞ്ഞ, വീഡിയോസ് കാണുമ്പോൾ. ഇൻസ്റ്റാഗ്രാമിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഡിപ്രസ്ഡ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു ഡിപ്രഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ കണ്ടാൽ വീണ്ടും വീണ്ടും ഡിപ്രസ് ചെയ്യുന്ന വീഡിയോസ് മാത്രമേ അതിൽ പ്ലേ ആവും. സോ അങ്ങനെ ഒരു കുഴപ്പം ഇൻസ്റ്റാഗ്രാമിനുണ്ട്. പക്ഷെ യൂട്യൂബിന് അതില്ല. നമ്മൾ TV ചാനൽ കാണുന്ന പോലെ ഉള്ളൂ. സോ യൂട്യൂബ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഈ ഇൻസ്റ്റാഗ്രാം ഒക്കെ കുറച്ച് കൺട്രോൾഡ് ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരുടെ പരാതികൾ കേൾക്കുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ നോക്കുക. പിന്നെ ഈ അധികം പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതോ അങ്ങനത്തെ പുതിയ പുതിയ ലേണിങ്സ് നല്ലതാണ്. ഇപ്പം ഡ്രൈവിംഗ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കുക, സ്വിമ്മിങ് അറിയാത്ത ആൾക്കാരാണെങ്കിൽ സ്വിമ്മിങ് പഠിക്കുക. അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബ്രെയിൻ ഒന്ന് റീവയർഡ് ആവും. ആ റീവയറിങ് വഴി കുറേയൊക്കെ ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കുക. പെരിമെനോപോസിൽ എത്തുന്ന ഒരാളുടെ കുട്ടി എന്ന് പറയുമ്പോൾ എന്തായാലും 15 വയസ്സുണ്ടാവും. ഭർത്താവ് എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 45 വയസ്സുണ്ടാവും. അവരവരുടെ കാര്യം നോക്കിക്കോളും, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിന്റെ ബേർഡൻ മാത്രം നിങ്ങൾ എടുത്താൽ മതി. മറ്റുള്ളവരുടെ ലൈഫിൽ അവർ ചോദിക്കുകയാണെങ്കിൽ മാത്രം ഇടപെടുക. അതിപ്പോ ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും അവർക്ക് വേറെ മക്കളുണ്ടല്ലോ, അവര് ശരിയാക്കിക്കോളൂ എന്നുള്ള ഒരു മെന്റാലിറ്റി വെക്കുക. ഒരു പെരിമെനോപോസ് കഴിയുന്നവർ അത് നോക്കണ്ടെന്നല്ല, ഫൈനാൻഷ്യലി ഒക്കെ സപ്പോർട്ട് ചെയ്യുക. മെന്റൽ സപ്പോർട്ട് കുറച്ച് കൊടുത്താൽ മതി.
പിന്നെ അടുത്ത എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ ശരീരം മാറുക എന്നുള്ള തോന്നൽ ഒരുപാട് പേർക്ക് ഉണ്ടെന്നുള്ളതാണ്. സത്യമാണ്, ശരീരം മാറുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ESR ഒക്കെ കൂടുന്നുണ്ടാകും, ശരീരം കുറച്ച് വണ്ണം വെക്കും. വണ്ണം പക്ഷെ ആക്ച്വലി ഫ്ലൂയിഡ് ആയിരിക്കും. നീർക്കെട്ട് വരിക എന്ന് പറയുന്ന പോലത്തെ ഒരു വണ്ണം ആയിരിക്കും വരിക. പക്ഷെ അതിനൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അത്യാവശ്യം വർക്കൗട്ട് ഒക്കെ ചെയ്ത് ഡയറ്റ് ഒക്കെ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ ഈ പെരിമെനോപോസ് ഇതിന്റെ ഒരു മൂർധന്യാവസ്ഥ എന്ന് പറയുന്നത് തുടങ്ങി ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ആയിരിക്കും. അപ്പൊ ആ സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ഫിസിക്കലി ഉണ്ടായ ചേഞ്ചസ് എല്ലാം റിവേർട്ട് ആയിക്കോളും. കൂടുതലും നമ്മൾ ഈ എൻഡോക്രൈനും സൈക്കോളജിക്കലി ഉള്ള പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്താൽ മാത്രം മതി, ബോഡി തിരിച്ചു വരും. അതിന് ആശുപത്രി പോവുക, ഡോക്ടറെ കാണാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജിമ്മിൽ പോകാൻ പറ്റാത്തവരാണെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ഉണ്ട് വർക്കൗട്ട് ചെയ്യുന്ന. വീട്ടിൽ കാർഡിയോവാസ്കുലർ വർക്കൗട്ട് ചെയ്യുക. ഇതിന്റെ സ്ട്രെങ്ത് ട്രെയിനിങ് ഇപ്പം പുഷപ്പ് അല്ല ഈ ഇത് വെയിറ്റ് എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കാർഡിയോവാസ്കുലർ വർക്കൗട്ടും സ്റ്റെബിലിറ്റി ട്രെയിനിങ്ങും ചെയ്ത് ബോഡി ഒന്ന് സെറ്റ് ആക്കി വെക്കുക, അത് മാത്രം ചെയ്താൽ മതി. സ്വിമ്മിങ് ഒരു നല്ല ഓപ്ഷനാണ്. സ്വിമ്മിങ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ അതോടെ ചെയ്യാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എനർജി ലെവൽസ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഓക്കെ, ആ പറഞ്ഞോ. ഓക്കെ. അതായത് ഇപ്പൊ നമ്മള് ഒരു റുട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഫീൽസ് ലൈക്ക് അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോണം എന്നാണ് തോന്നുന്നത്. അതെന്താ അങ്ങനെ തോന്നുന്നത്? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ ഒന്നുകൂടെ പറയാം, കേട്ടില്ല. ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ. ഓക്കെ. അതായത് ഒരു റുട്ടീൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ ആ സ്ഥലത്തു നിന്നൊന്ന് മാറണം എന്ന് ഉള്ള ഒരു ഫീലിംഗ്. അതായത് നമുക്ക് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഗ്രൂപ്പില് പുറത്ത് വേറെ കുറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇൻലോസ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് തോന്നുന്നത് അവരാണ് പ്രശ്നം, അല്ലെങ്കിൽ അവർ ഇഷ്യൂ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് എനിക്ക് ആ സ്ഥലത്ത് മാറണം തോന്നുന്നത്. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഒരാൾക്കും സെയിം ഫീലിംഗ് തന്നെയാണ് തോന്നുന്നത്. അത് ആ ഫീലിംഗ് രണ്ടുപേർക്കും സെയിം ആണ്, പക്ഷെ സിറ്റുവേഷൻസ് ഡിഫറെന്റ് ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ? അതും ഇതിന്റെ പീക്ക് ആയതുകൊണ്ടാണോ? അത് അതിന്റെ പീക്ക് എത്തുന്നത് നമുക്ക് ബേസിക്കലി പെരിമെനോപോസ് എത്തുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പം, പ്രത്യേകിച്ചും വർക്കിംഗ് അല്ലാത്ത സ്ത്രീകളുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഐഡന്റിറ്റി ക്രൈസിസ് വരും. അതായത് എനിക്കൊരു വിലയില്ല എന്നൊരു തോന്നൽ വരും. അത് നമുക്ക് സൊസൈറ്റിയിൽ ഒരു റോളില്ല എന്നൊരു തോന്നൽ വരും. ലൈഫ് ഭയങ്കര മീനിങ്ലെസ് ആണെന്നൊക്കെ തോന്നൽ വരും. എന്ത് പേര് നമ്മുടെ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. ഈ ഐഡന്റിറ്റി ക്രൈസിസ് കാരണം തന്നെ അവര് കുറെ ഒതുങ്ങാൻ തുടങ്ങും. അപ്പൊ അവർ ഒതുങ്ങാൻ തുടങ്ങുമ്പോൾ ഒബ്വിയസ്ലി ഒരു റിലേഷൻഷിപ്പിൽ ഒരാള് ഒതുങ്ങുമ്പോൾ മറ്റേ സൈഡിൽ നിന്നുള്ള എന്താണ് പിൻവലിയലും ഉണ്ടാവും. സോ ആ പിൻവലിയല് തന്നെയാണ് അതിന്റെ പ്രശ്നം. അതിന്റെ ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മാക്സിമം സോഷ്യൽ ഗ്യാതറിങ്സിന് പോവുക, എല്ലായിടത്തും ഇടിച്ചു കയറി അങ്ങ് നിന്നുകൂടുക. നിങ്ങൾ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്താ പറയുക കോർണേഡ് ആവും. അപ്പൊ അങ്ങനെ കോർണേഡ് ആവണ്ട. അതും പെരിമെനോപോസിന്റെ ഒരു ചേഞ്ച് തന്നെയാണ്, അല്ല നിങ്ങളായിട്ട് ചെയ്യുന്നൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 4 to 5 years കഴിയുമ്പോൾ ഇതെല്ലാം മാറും. പക്ഷെ അപ്പോഴത്തേക്കും നിങ്ങളുടെ ഗ്യാങ് ഒക്കെ വേറെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും. സോ ആ 4 to 5 years ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൽ തന്നെ ഇടിച്ചു നിൽക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് ഫിസിക്കലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യിക്കുക, എല്ലാത്തിനും ഒന്ന് ചിരിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ അവിടെ തന്നെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുമ്പോൾ എതിരെ നിൽക്കുന്ന ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്തോളും. നമ്മൾ ബുദ്ധിമുട്ടി ഒരു കാര്യം ചെയ്യുകയാണെന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തോളും. സോ അതുകൊണ്ട് അത് ഇതിന്റെ പ്രശ്നം തന്നെയാണ്. സോ മാക്സിമം അതിനെ ഫൈറ്റ് ചെയ്യുക, അത് മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ പെരിമെനോപോസൽ ഇഷ്യൂസിന് ഞാൻ കൺസൾട്ടേഷൻ വേണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഒരിക്കലും ഇതിന് പല ട്രീറ്റ്മെന്റ്സും ഉണ്ട്. ഇപ്പോ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയാണെങ്കിൽ അവർ എൻഡോക്രൈനായ പ്രശ്നങ്ങൾക്ക് നമുക്ക് ഹോർമോൺ തെറാപ്പി ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈസ്ട്രജൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ടാബ്ലറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, ടാബ്ലറ്റ് ആയിട്ടും വജൈനൽ ടാബായിട്ടും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ അതിന്റെയൊക്കെ കുഴപ്പം എന്താണെന്ന് വെച്ചാല് നമ്മൾ എന്ത് ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചാലും എക്സെപ്റ്റ് തൈറോയിഡിന്റെ മെഡിസിൻ കഴിച്ച് ഏത് ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ചാലും അതിന് ഇപ്പൊ എന്നോട് ചോദിക്കാണെങ്കിൽ അതിന് ഗുണത്തിനേക്കാൾ ദോഷങ്ങളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തായാലും വണ്ണം വെക്കും, ഈ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് കൂടാം, പിന്നെ ഈ എന്താ പറയാ ഒബിസിറ്റി ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ അതിനുണ്ട്. സൈക്കാട്രിക് മെഡിക്കേഷൻസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആന്റിസൈക്കോട്ടിക്സ് കഴിക്കുമ്പോൾ ഒബിസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ മൂഡ് സ്വിങ്സിനാണെങ്കിലും ഇത്തരം എന്താ പറയുക മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനാണെങ്കിലും മെഡിസിനെ അധികം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞാൽ സപ്ലിമെന്റ്സ് എടുക്കുക.
എടുക്കാം. സപ്ലിമെന്റ്സിന് റിയാക്ഷൻസ് ഒന്നുമില്ല, സോ അത് നമുക്ക് സേഫ് ആയിട്ട് കഴിക്കാം. ബാക്കിയുള്ള ഈ സ്പെസിഫിക് മെഡിക്കേഷൻസ് പരമാവധി ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന്റെ അഡ്വേഴ്സ് റിയാക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേറെ മരുന്ന് കഴിക്കേണ്ടി വരും. അതിനോടനുബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈസ്ട്രജന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്ന ബുദ്ധിമുട്ടാ പറഞ്ഞല്ലോ, എന്തെങ്കിലും നാച്ചുറൽ വേസ് ഉണ്ടോ? നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ്സോ എന്തെങ്കിലും? രണ്ട് കാര്യങ്ങളാണ് കോറായിട്ട് ഡോക്ടർ പറഞ്ഞത്. ഒന്ന്, ഇൻസുലിൻ ഭയങ്കരമായിട്ട് ഹൈ ആവുന്നുണ്ടെന്നും അത് കാരണം ഈസ്ട്രജൻ കുറയുന്നുണ്ടെന്നുള്ളതും. സോ ഈ ഇൻസുലിന്റെ അളവ് ബോഡിയിൽ നമുക്ക് കുറയ്ക്കാനായിട്ട് നാച്ചുറലി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് ഫുഡ് നാച്ചുറലി കുറയ്ക്കാൻ കാർബ് കുറയ്ക്കുക. മനസ്സിലായോ? സത്യത്തിൽ നമ്മുടെ ബ്ലഡിനകത്ത് 1 മിനിറ്റിൽ 3 മില്ലിഗ്രാം കാർബോഹൈഡ്രേറ്റേ വരാൻ പാടുള്ളൂ. 3 മില്ലിഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ശരീരം അതിനെ മാനേജ് ചെയ്ത് പൊക്കോളും. 3 മില്ലിഗ്രാമിൽ കൂടുതൽ വരുമ്പോഴാണ് ഇത്രയും പ്രശ്നം. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഷുഗർ കൂടുന്ന ആഹാരങ്ങൾ ഒഴിവാക്കുക. പെട്ടെന്ന് ഷുഗർ കൂടുന്ന ആഹാരം എന്ന് പറഞ്ഞാല് ഫ്രൂട്ട്സിനകത്ത് 2 ആഹാരങ്ങളേ ഉള്ളൂ. അങ്ങനെ ഏത്തക്കായും പഴവും മാത്രമേ ഉള്ളൂ. അതായത് നമ്മള് വാഴയ്ക്കകത്ത് നിന്ന് കിട്ടുന്ന സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അത് പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. രണ്ടാമത്തത് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് ബ്രൗൺ ഷുഗർ ആണെങ്കിലും ശരി വൈറ്റ് ഷുഗർ ആണെങ്കിലും ശരി ഷുഗർ സ്പൈക്ക് കൂട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് അതിന്റെ അളവ് കുറയ്ക്കുക. അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, അളവ് കുറച്ച് കുറയ്ക്കുക. പിന്നെ ഈ ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനമുണ്ട്, അത് വാങ്ങിക്കുകയേ ചെയ്യരുത്. അത് അതിനേക്കാളും പ്രശ്നമാണ്. സോ അതുകൊണ്ട് ഷുഗർ ഫ്രീ ടാബ്ലറ്റും കഴിക്കാതിരിക്കുക. ഷുഗർ തന്നെ ഉപയോഗിക്കുക, അളവ് കുറയ്ക്കുക. പിന്നെ ഷുഗറിന്റെ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് ഞാൻ പറയാം, ഇപ്പൊ സ്റ്റീവിയ എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. സ്റ്റീവിയ നമ്മുടെ ഒരു പ്ലാന്റിന്റെ ഇലയാണ്. അത് പൗഡർ ആയിട്ട് കിട്ടും. അത് ലിക്വിഡ് ആയിട്ടും കിട്ടും, പൗഡർ ആയിട്ടും കിട്ടും. ലിക്വിഡ് വാങ്ങിക്കരുത്, അതിന്റെ അതാണെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് സ്റ്റീവിയ പൗഡർ ഈസ് ആൻ ഓൾട്ടർനേറ്റീവ്, ഷുഗറിന് ഒരു ഓൾട്ടർനേറ്റീവ് ആണ്. പിന്നെ ഹണി, നല്ല തേൻ കിട്ടുമെങ്കിൽ തേൻ ഈസ് ഓൾസോ ആൻ ഓൾട്ടർനേറ്റീവ്. അതിന് മധുരം ഇല്ല എന്നല്ല, അത് ഈ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കത്തില്ല. സോ അതൊരു ഓപ്ഷനാണ്. പിന്നെ ഒരുമിച്ച് ഒരുപാട് ആഹാരം കഴിക്കാതെ ഫ്രാക്ഷനേറ്റ് ചെയ്ത് കഴിക്കുക. അതായത് നമ്മള് ഈ പ്രഗ്നൻസിയിലൊക്കെ പറയുന്ന കാര്യം തന്നെയാ, വലിച്ചു വാരി ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നതിന് പകരം ആഹാരം, ഹലോ കേൾക്കാവോ? ഒരുമിച്ച് ഒരുപാട് ഫുഡ് കഴിക്കുന്നതിന് പകരം നമ്മൾ ആഹാരം കൺട്രോൾഡ് ആയിട്ട് കുറച്ചായിട്ട് കഴിക്കുക. അതൊരു ഓപ്ഷനാണ്. പിന്നെ എല്ലാ മീലിന് ശേഷവും, എല്ലാ ആഹാരം കഴിക്കുന്നതിന് ശേഷവും വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് വീടിനകത്ത് തന്നെ നടക്കുക. അത് PPPS, ആഹാരത്തിന് ശേഷം ഉണ്ടാവുന്ന ഷുഗർ സ്പൈക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ രണ്ടാമത് ഈ ഷുഗർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഹൈ ഫൈബർ ഫുഡ് കഴിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ഇപ്പോ നമ്മള് ചോറിന്റെ കൂടെ ഇപ്പൊ പടവലങ്ങ തോരൻ കഴിച്ചു, അല്ലെങ്കിൽ പാവയ്ക്ക തോരൻ കഴിക്കുമ്പോൾ ഈ തോരന്റെ അകത്തൊരു ഫൈബർ ഉണ്ട്. ഈ ഫൈബർ ആയിരിക്കും ഈ ചോറിന്റെ കൂടെ അകത്ത് തരില്ല. സോ നിങ്ങൾ കഴിക്കുന്ന ഈ ചോറിനകത്ത് കാലറി അത്രയും തന്നെ പോകും, പക്ഷെ ആ കാലറി ബ്ലഡിലോട്ട് എത്തുന്നതിന്റെ സ്പീഡ് കുറവായിരിക്കും. സോ ഷുഗർ സ്പൈക്ക് ഉണ്ടാകത്തില്ല. ഷുഗർ സ്പൈക്ക് ആണ് എപ്പോഴും ഇൻസുലിൻ കൂട്ടുന്നത്, അല്ലാതെ ഒരു നോർമൽ പേസിൽ ഷുഗർ പോയാൽ കുഴപ്പമൊന്നുമില്ല. അതൊരു ഓപ്ഷനാണ് ഈ ഇൻസുലിൻ കുറയ്ക്കാനായിട്ട്. രണ്ടാമത്തെ ഒബ്വിയസ്ലി എക്സസൈസ് ആണ്. വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇൻസുലിന്റെ അളവ് കുറയും. പിന്നെ ഈ ഈസ്ട്രജന് നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാവുന്നത്. ഒന്ന് സ്ലീപ്പ് തന്നെയാണ്. ഉറക്കം കറക്റ്റ് ആണെങ്കിൽ ഈസ്ട്രജന്റെ അളവ് നമുക്കൊരു 10 to 15% വരെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. രണ്ടാമത്തത് ഈസ്ട്രജൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഫുഡുണ്ട്. അത് പ്രധാനമായിട്ടും ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നട്ട്സ് ആണ്, ഡ്രൈ ഫ്രൂട്ട്സ് അല്ല. പലരും തെറ്റിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കും. ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ ഗുണം ചെയ്യുന്ന ഒരു സാധനമല്ല, അത് കുട്ടികൾക്ക് നല്ല സാധനമാണ്. നട്ട്സ് ആണ് നമുക്ക് വേണ്ടത്, പ്രത്യേകിച്ച് ആൽമണ്ടും പിന്നെ കാഷ്യൂവും കഴിക്കുക. ആൽമണ്ടിലും കാഷ്യൂവിലും ഈ ഈസ്ട്രജൻ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് അവക്കാഡോ കഴിക്കാം. അവക്കാഡോ ഇസ് എ ഗുഡ് ഓപ്ഷൻ. അവക്കാഡോ നല്ലതാണ്. അപ്പം അതെല്ലാം നോക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഡോപ്പമിൻ സെക്രീഷൻ കറക്റ്റ് ആയിരിക്കണം. ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ ഈ ഡോപ്പമിൻ കറക്റ്റ് ആവും. ഡോപ്പമിൻ ആണ് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഈസ്ട്രജനെ കുറച്ചുകൂടെ ഒക്കെ കൺട്രോൾ ചെയ്യുക. പിന്നെ അഡിക്ഷൻസ്, ഇപ്പൊ സ്മോക്കിങ് ആൽക്കഹോളോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അത് പെണ്ണുങ്ങൾക്കും ഉണ്ട് കേട്ടോ, ഇപ്പൊ ഭയങ്കര കൂടുതലാണ്. അപ്പം സ്മോക്കിങ് ആൽക്കഹോളോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ഒഴിവാക്കുക. അത് ഒഴിവാക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഈസ്ട്രജൻ ലെവലിൽ വേരിയേഷൻ വരും. സോ ഇത്രയും കാര്യം ചെയ്താൽ തന്നെ അത് രണ്ടും കറക്റ്റ് ആവും. തൊലിയില്ലാതെ കഴിക്കണം. കേട്ടില്ല, എന്താ പറഞ്ഞേ? ആൽമണ്ട് തൊലിയില്ലാതെ കഴിക്കണം. ആൽമണ്ട് തൊലി ഇല്ലാതെ കഴിച്ചാലും തൊലി ഉണ്ടായിട്ട് കഴിച്ചാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. തൊലി ഇല്ലാതെ കഴിച്ചാൽ ഗുണമുണ്ട്. നമ്മൾ തൊലി കളയാൻ വേണ്ടി കുറച്ചു നേരം അവിടെ ഇരിക്കുമല്ലോ, അത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. അപ്പൊ തലച്ചോറ് കുറച്ചുകൂടെ റിഫ്രഷ് ആവും, അത്രേ ഉള്ളൂ. ഇങ്ങനെ കുറെ ഗിമിക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലിപ്പം.
ബ്രൗൺ റൈസ് കഴിച്ചാൽ ഷുഗർ കുറയും എന്ന് പറഞ്ഞിട്ട് പരിപാടിയുണ്ട്. ശരിയാ, ബ്രൗൺ റൈസ് കഴിച്ചാൽ ഷുഗർ കുറയും. എത്ര കുറയും അറിയോ? 5% വ്യത്യാസമുണ്ട് ഷുഗറും ഈ ബ്രൗൺ റൈസും റൈസുമായിട്ട്. സയന്റിഫിക്കലി ശരിയാണ്, 5% ഡിഫറൻസ്. ഈ 5% ഡിഫറൻസിന് വേണ്ടി നമ്മൾ 1 കിലോ അരിക്ക് 15 രൂപ 16 രൂപ കൂടുതൽ കൊടുക്കണ്ടേ? ആ പൈസ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്താൽ പോരെ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇപ്പൊ മത്തി കഴിക്കുന്നതും ചൂര കഴിക്കുന്നതും ശരിക്കും സാൽമൺ, ചൂര എന്ന് പറയുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ മെഡിറ്ററേനിയൻ ഡയറ്റിൽ പറയുന്ന ഫിഷ് പീസ് സാൽമൺ. പക്ഷെ ഈ സാൽമണിന് കിലോയ്ക്ക് 450 രൂപയും മത്തിക്ക് കിലോയ്ക്ക് 100 രൂപയാണ്. ഇത് തമ്മിലുള്ള ഹെൽത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 8% ആണ്. അപ്പൊ ഈ 8% ഡിഫറൻസിന് 300 രൂപയ്ക്ക് നമുക്ക് നട്ട്സ് കിട്ടും. അപ്പൊ മത്തി വാങ്ങിച്ചിട്ട് അതിന്റെ കൂടെ 1 കിലോ നട്ട്സ് വാങ്ങിക്കുക, എന്നിട്ട് നട്ട്സ് കഴിക്കുക. സോ അങ്ങനെ ചെയ്യുക. എല്ലാത്തിനും സയൻസ് ഉണ്ട്, ശരിയാണ്, സയന്റിഫിക് ബാക്കപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കുക. കസ്റ്റമൈസേഷനിലാണ് കാര്യം ഇരിക്കുന്നത്. ഇപ്പം ഞാൻ എല്ലാവരും പറയാറുള്ള എക്സാമ്പിൾ ആണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ അവക്കാഡോ കഴിച്ചാല് മഗ്നീഷ്യം കൂടും, ഈസ്ട്രജൻ കറക്റ്റ് ആവും. പക്ഷെ എല്ലാവർക്കും അവക്കാഡോ കഴിക്കാൻ പറ്റത്തില്ല. 650 രൂപയാണ് 1 കിലോയ്ക്ക്. എല്ലാ ദിവസവും ഭർത്താവ് വാങ്ങിച്ചു തരാനും പോകുന്നില്ല. സോ ബെറ്റർ ഓപ്ഷൻ എന്താ? നിങ്ങളൊരു കടയിൽ പോയിട്ട് 50 രൂപയ്ക്ക് ഒരു പേരയുടെ ചെടി വാങ്ങിക്കുക. ഈ പേരയുടെ ചെടി കൊണ്ടുവന്ന് വീട്ടിൽ വെക്കുക. പേര കിളിച്ചു വരുന്നത് വരെ പേരയ്ക്ക വാങ്ങിക്കുക. പേരയ്ക്കയും ആൽമണ്ടുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 3% അത്ര എന്തോ വ്യത്യാസമേ ഉള്ളൂ. സോ ആ പേരമരം വളർന്നു വരുന്നത് അതിന് വെള്ളം ഒഴിക്കുക ദിവസം രാവിലെ. അപ്പൊ ഫിസിക്കൽ എക്സസൈസ് ആയി. അതിന്റെ കൂടെ പേരമരം കിളിച്ച് പേരയ്ക്ക 2 വർഷത്തിനുള്ളിൽ വരും. അപ്പൊ ആ പേരയ്ക്ക കിട്ടുന്നതോടെ നമുക്ക് പുറത്തും സാധനം വാങ്ങിക്കണ്ട. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൈസയും കുറയ്ക്കാം, അതിന്റെ കൂടെ ലോഞ്ചിവിറ്റി ആവും. അപ്പൊ നിങ്ങളത് നോക്കിയാൽ മതി. ലോകത്ത് സമ്പന്നരായ എല്ലാവരും കൃഷി ചെയ്യുന്നവരാണ്. എവരി റിച്ച് പേഴ്സൺ എന്താ പറയുക, ഇലോൺ മസ്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും സ്വന്തമായി കൃഷി ചെയ്ത് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ നമ്മള് ശ്രീനിവാസനെ എടുത്താലും മമ്മൂട്ടി എടുത്താലും മോഹൻലാൽ എടുത്താലും അവർക്കെല്ലാം സ്വന്തമായിട്ട് ഫാം ഉണ്ട്. അത് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, മനസ്സിലായിട്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് വഴി ഹെൽത്ത് ബെറ്റർ ആവും. നമ്മൾ ഒരു 10 സെന്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങിച്ചത് നോക്കാൻ ഒരാളെ നിർത്തിയിട്ട് നമ്മൾ CCTV വഴി കൃഷി ചെയ്താൽ പോലും നമുക്ക് അതിൽ നിന്നുള്ള ഹെൽത്ത് ബെനിഫിറ്റ് വളരെ വലുതാണ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനെ ഹെൽത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സോഴ്സിൽ നിന്ന് തുടങ്ങുക. ആ സോഴ്സിൽ നിന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലെ കുറെ സാധനങ്ങളുണ്ട്. ഇപ്പം വേറെ ഞാൻ എന്തോ മധുരക്കിഴങ്ങ് കഴിച്ചാൽ ഷുഗർ കുറയുക എന്നുള്ളത്, അതൊക്കെ എവിടുന്ന് വരുന്നതാണെന്ന് പോലും അറിയത്തില്ല. മധുരക്കിഴങ്ങ് കഴിച്ചിട്ട് ICU 3 വരെ ഇരിക്കാൻ അറിയാം. സോ മധുരക്കിഴങ്ങ് നല്ലതാണ്. ആർക്കാണെന്നറിയോ? ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള കുട്ടികളുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് നമുക്ക് ചോറ് കൊടുക്കുന്നതിനും അരിയാഹാരങ്ങൾ കൊടുക്കുന്നതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ മധുരക്കിഴങ്ങ് കൊടുക്കും. അല്ലാതെ പ്രായമുള്ളവർ മധുരക്കിഴങ്ങ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെയാണ് ഈ പാലിൻ്റെത് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നമാണ്. ഇപ്പം ഇന്ത്യയില് CA ബ്രസ്റ്റ്, കാർസിനോമ ബ്രസ്റ്റ് ഭയങ്കര കൂടുതലാണ്. എനിക്ക് തോന്നുന്നു 30% വർധനം എന്തുവാണ് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ CA ബ്രസ്റ്റ് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്ന പാലുകൂടിയാണ്. കാരണം സയന്റിഫിക്കലി 21 വയസ്സ് വരെ പാല് കുടിച്ചാൽ മതി, മനസ്സിലായില്ലേ? 21 വയസ്സ് വരെ ഒരാൾക്ക് പാല് കൊണ്ടുള്ള പ്രയോജനമുള്ളൂ. മഹേന്ദ്ര സിംഗ് ധോണി 6 ലിറ്റർ പാല് കുടിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ട് ധോണിക്ക് എന്തോ അതിനകത്തുനിന്ന് കിട്ടുക, പുള്ളി കാലറി മാത്രമാണ് കിട്ടുന്നത്. പുള്ളി വർക്കൗട്ട് ചെയ്ത് ജോലി ചെയ്യുന്നുണ്ട്, അല്ല അതിനകത്ത് കാൽസ്യവും പ്രോട്ടീനും ഒന്നും 30 വയസ്സുള്ള ഒരാൾക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. പക്ഷെ ഈ പാലിനകത്ത്, പ്രത്യേകിച്ചും പശുവിന്റെ പാലിനകത്ത് ഇൻസുലിനിലെ ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, IGF. ഇൻസുലിന്റെ ഗ്രോത്ത് ഫാക്ടർ ഇപ്പൊ CA ബ്രസ്റ്റ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് ഐഡിയലി ഫീമെയിൽസ് പാല് കുറയ്ക്കുന്നതാണ് നല്ലത്. ഇന്ത്യൻ ഫീമെയിൽസ്, ഓരോ എത്നിസിറ്റി അനുസരിച്ച് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇന്ത്യൻ ഫീമെയിൽസ് എന്ന് പറഞ്ഞത്. സോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കേണ്ട കാര്യമില്ല. ആ പൈസ എല്ലാം ഇട്ടിട്ട് ജിമ്മിൽ പോവുക. എന്തോ സീഡ് സൈക്ലിംഗ് ചെയ്യുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? എന്ത് ചെയ്യുന്നതിനെ കുറിച്ചാ? സ്പീഡ് സൈക്ലിംഗ് ഇസ് ആക്ച്വലി ഗുഡ്. പക്ഷെ ആദ്യമേ ചെയ്യരുത്. ഫീഡാണോ പറഞ്ഞ സ്പീഡാണോ പറഞ്ഞത്? സീഡ് സൈക്ലിംഗ്. ഓ, സീഡ് സൈക്ലിംഗ് ഇസ് ഓക്കെ. അതും പറ്റുന്നെങ്കിൽ ചെയ്താൽ മതി. അതാ ഞാൻ പറയാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ സീഡ് സൈക്ലിംഗ് എന്ന് മാത്രമല്ല, ഇപ്പം എല്ലാവരോടും പറയാം 45 മിനിറ്റ് വർക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൊണ്ട് നടക്കുന്ന കാര്യമില്ല. പക്ഷെ ചെയ്യുന്നെങ്കിൽ നല്ലതാണ്. അതിൻ്റെതായ ബെനിഫിറ്റ്സും ഉണ്ട്. ഞാൻ കമ്പൽസറി പറയൂല. ഇപ്പൊ 8 മണിക്കൂർ ഉറങ്ങണമെന്ന് പറയുന്നവരെ സീഡ് സൈക്ലിംഗ് ചെയ്യണമെന്ന് പറയത്തില്ല. പിന്നെ നിങ്ങൾക്ക് അത് ഞാൻ മറന്നുപോയത്, നിങ്ങളുടെ കൂടെ പെൺകുട്ടികളുള്ള ഉമ്മമാരുണ്ടല്ലോ അല്ലേ? പെൺകുട്ടികളുള്ള ഉമ്മമാരില്ലേ?
യെസ്. ഉണ്ട്. ഈ പെൺകുട്ടികളുള്ള ഉമ്മാവരുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിലെ ഫെർട്ടിലിറ്റി റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നതിനനുസരിച്ച് പെരിമെനോപോസൽ കോംപ്ലിക്കേഷൻസും കൂടുന്നുണ്ട്. അപ്പൊ ഈ പെരിമെനോപോസൽ കോംപ്ലിക്കേഷൻ ഫെർട്ടിലിറ്റി റേറ്റും കുറയുന്നതുകൊണ്ട് മസ്റ്റായിട്ടും ഫെമിനിസ്റ്റുകളൊക്കെ എതിർക്കുമായിരിക്കും. എന്നാലും ഒരു 26 വയസ്സിനിപ്പുറം വിവാഹം വെച്ചാല് 30 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസികൾക്കെല്ലാം, കാരണം എന്താണെന്ന് വെച്ചാല് 30 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസികൾക്കെല്ലാം ഭയങ്കരമായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് കുട്ടിയുടെ കോംപ്ലിക്കേഷൻ അല്ല, മെഡിക്കൽ സയൻസ് സോ അഡ്വാൻസ്ഡ് ആയി കുട്ടികൾക്ക് കുഴപ്പമൊന്നും വരില്ല, അമ്മമാർക്ക് ഫ്യൂച്ചറിൽ പ്രഗ്നൻസി കാരണമുള്ള പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. സോ മേക്ക് ഷുവർ നിങ്ങളൊരു 30 വയസ്സിന് മുന്നേ ഫാമിലി കംപ്ലീറ്റ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങളുടെ ആ ഏജ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ടുണ്ട്, അപ്പം പെൺകുട്ടികളുള്ള ഉമ്മമാരുണ്ടെങ്കിൽ അതുകൂടെ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാതെ. ലൈഫും പഠിത്തവും ഒക്കെ വേണം, പക്ഷേ ഇഫ് ദേ ആർ നീഡിങ് ഒക്കെ ഉണ്ട്, ഇനിയുള്ള ഭാവിയിൽ കുട്ടികൾ വേണമെന്ന്. ഹലോ, ഡോക്ടറുടെ ലൈന് കുറച്ചൊന്ന് കട്ട് ആവുന്നുണ്ടായിരുന്നു, ഒന്നുകൂടെ പറയാമോ? ഇവിടെ അതെന്താണെന്നറിയോ, ഇവിടെ 25 ഇയേഴ്സിന്റെ മുതൽ പറയണേ ഡോക്ടർ. അത് മുതലേ കട്ടായി തുടങ്ങിയത്. എന്തോ കേട്ടില്ല ഡോക്ടർ. ഏജ് പറയുന്നുണ്ടായിരുന്നല്ലോ 25 ഇയേഴ്സിന്റെ ഉള്ളില് മാരേജ്. 26 വയസ്സിനുള്ളിൽ വിവാഹവും 30 വയസ്സിനുള്ളിൽ ഫാമിലിയും കംപ്ലീറ്റ് ചെയ്യണം. ഫാമിലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കുട്ടികൾ എത്ര വേണോ അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മയ്ക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ സീരിയസ് ഭയങ്കര കൂടുതലാണ്. സോ നമ്മൾ ഏർലി 20s എന്നാ പറയാം, പക്ഷെ ഏർലി 20സിലൊന്നും ആരും എഡ്യൂക്കേഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്യില്ല. സോ ഇറ്റ്സ് ബെറ്റർ ഒരു 25-26 വയസ്സിൽ മാരേജ് ചെയ്യുക, 30 വയസ്സിൽ ഫാമിലി കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പിന്നെ ഉണ്ടാവും. ഇപ്പൊ നമ്മളെല്ലാരും ആലോചിക്കേണ്ടത്, ഇപ്പൊ നമ്മളെല്ലാരും ആലോചിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനമ്മമാര് നമ്മളെക്കാൾ നല്ല ഭക്ഷണം കഴിച്ചവരും നല്ലതുപോലെ വ്യായാമം ചെയ്തവരുമാണ്. അവർക്കെല്ലാം നമ്മളെക്കാളും അസുഖമുണ്ട്. സോ അതുകൂടെ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യാനായിട്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മുടിയുടെ തിക്നെസ് വല്ലാതെ കുറയുക, പൊട്ടിപ്പോവുക, അത് ഈ ഒരു സ്പിരിറ്റില് കൂടുതലായിട്ട് വരും പെരിമെനോപോസ് ടൈമിൽ. ഏത് മുടിയാണോ? മുടിയുടെ കാര്യമാണോ ചോദിച്ചേ? ഹെയർ ആണോ ചോദിച്ചേ? അതെ, മുടി, തലമുടി. അത് ഞാൻ പറഞ്ഞ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. വൈറ്റമിൻ B12 കുറയുമ്പോൾ അതിന്റെ കൂടെ ബയോട്ടിനും കുറയും. സോ ഹെയർ ഫോള് നമ്മൾ കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്, പുതുതായിട്ടുണ്ടാകുന്ന ഹെയറിന്റെ എണ്ണം കൂട്ടുക ചെയ്യേണ്ടത്. ഹെയർ ഫോള് കുറയ്ക്കാൻ ആക്ച്വലി നമുക്ക് മരുന്നില്ല. എല്ലാവർക്കും മുടി കൊഴിയുന്നുണ്ട്, മുടി വരുന്നുമുണ്ട്. മുടി കൊഴിയുന്നത് മുടി വരുന്നതിനേക്കാൾ കൂടുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുക. സോ മുടി വരുന്നതിന്റെ എണ്ണം കൂട്ടുക. അതിന് ബയോട്ടിൻ സപ്ലിമെന്റ്സ് കഴിച്ചാൽ, സ്ഥിരം കഴിക്കാനൊന്നും വേണ്ട, ബയോട്ടിനും ഫോളിക് ആസിഡും ഒരുമിച്ച് കഴിക്കുക. ബയോട്ടിനും ഫോളിക് ആസിഡും ഒരുമിച്ച് കഴിച്ചിട്ട് എല്ലാ എന്തോ കൊഴിയലല്ല, തിന്നാവുക, അല്ലാതെ മുടിയുടെ കനം അതെ തന്നെ സെയിം. ചെയ്യും. രണ്ടിന്റെയും ട്രീറ്റ്മെന്റ് സെയിം തന്നെയാണ്. സോ ബയോട്ടിനും ഫോളിക് ആസിഡും കറക്റ്റ് ആയിട്ട് എടുക്കുക. അപ്പം 1 മാസമോ 1.5 മാസമോ കഴിച്ചാൽ മതി. പിന്നെ വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 തവണ ഹെയർ സ്പാ ചെയ്യുന്ന നല്ലതായിരിക്കും. ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യുക. ഹെയർ സ്പാ. വേറെ എന്തെങ്കിലും ഉണ്ടോ? 2 ഡൗട്ട് കൂടെ ചോദിക്കാനുള്ള സമയമുണ്ട്. ഒരു ദിവസം ഇപ്പൊ എത്ര എഗ് മുട്ട കഴിക്കാം ഈ പ്രായത്തില്? വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത ആളാണ് ഐഡിയലി 1 to 2. ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ 4 വരെ കഴിക്കാം. പിന്നെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഒക്കെ ഉള്ള ആളാണ് എങ്കിൽ ഒരു മാക്സിമം 2 കഴിക്കാവൂ. പിന്നെ കിഡ്നി ഡിസീസ് അങ്ങനെയുള്ള ആളാണെങ്കിൽ ഹോൾ എഗ് കഴിക്കരുത്, ഒരു എഗ്ഗിന്റെ വൈറ്റ് മാത്രമേ, അല്ലെങ്കിൽ 2 എഗ്ഗിന്റെ വൈറ്റ് മാത്രമേ കഴിക്കാവൂ. ഈ മഞ്ഞക്കകത്ത് കൊളസ്ട്രോൾ ഉണ്ടെന്ന് കരുതി മഞ്ഞ കഴിക്കാതിരിക്കൊന്നും വേണ്ട. ഈ എഗ് യോക്കിനകത്ത് നിന്ന് കിട്ടുന്ന കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചുണ്ടാക്കുന്ന കൊളസ്ട്രോൾ എന്ന് വെച്ച് നോക്കുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആണ്. സോ ഹോൾ എഗ് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ജിമ്മിന് പോകുന്ന ആളാണെങ്കിൽ 4 കഴിക്കാം. ഞാൻ ആക്ച്വലി 93 കിലോ ഉണ്ടായിരുന്നു, 93 kg ഉണ്ടായിരുന്നു. ഇപ്പൊ 64 ഉള്ളൂ. ഞാൻ ജിമ്മിൽ പോയി വണ്ണം കുറയ്ക്കുന്ന സമയത്ത് ഞാൻ 5 മുട്ട 6 മുട്ടയൊക്കെ ഒരു ദിവസം കഴിക്കുമായിരുന്നു. പെരിമെനോപോസിന്റെ കാറ്റഗറീസ് സാർ പറഞ്ഞില്ലേ, ഒന്ന് ഫിസിക്കൽ, പിന്നെ മെന്റൽ, അങ്ങനെ ആ 3 കാറ്റഗറീസ് എനിക്കത് മിസ് ചെയ്ത് പോയി. 3rd കാറ്റഗറി ഏതൊക്കെയാണ്? ഇപ്പൊ കേൾക്കാവോ?
ഹലോ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം സാർ. ഓക്കെ ഇപ്പോൾ ഓർക്കാം ഇപ്പോൾ ഇപ്പൊ ഓർക്കാം. കേൾക്കാം. ഓക്കെ. ഈ തേർഡ് ഒന്നുകൂടി പറയൂ സാർ. ക്ലാസിഫിക്കേഷൻ ആയിട്ടല്ല ഞാൻ പറഞ്ഞത്, മൂന്നാമത്തെ അവരുടെ സിംറ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മൂന്നാമത്തെ സിംറ്റം ക്ലാസ് എന്ന് പറയുന്നത് ഈ സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഭർത്താവുമായിട്ട് ഫുൾ ടൈം വഴക്കുണ്ടാക്കുക, ഭാര്യയായിട്ട് മക്കളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുക, സോഷ്യൽ ഐസൊലേഷൻ, അതേപോലെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, പിന്നെ ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ജോലിയിൽ ഭയങ്കരമായിട്ട് വീക്ക് ആവുക, പിന്നെ മറവി ഭയങ്കരമായിട്ട് കൂടുക, അത്തരം പ്രശ്നങ്ങളുണ്ട്. അതാണ് ഇവഞ്ച്വലി നമുക്ക് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് കട്ടാണ്. എന്തോ ഇവഞ്ച്വലി എന്ന് കേട്ടില്ലേ? പറയുന്നിടത്ത് വെച്ച് കോൺവെർസേഷൻ കട്ടായി. ഓക്കെ. ഇവഞ്ച്വലി നമ്മൾ ഈ മൂന്നാമത്തെ കാറ്റഗറി ഓഫ് സിംറ്റംസ് കറക്റ്റ് ചെയ്താൽ മറ്റേത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആയിക്കോളും. സോ അതിനായിട്ട് നമ്മൾ ഈ മൂന്നാമത്തെ ഈ അസുഖത്തിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഡിസീസിനെ കുറിച്ച് മനസ്സിലാക്കുക. അതിനിപ്പോ നമുക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഇപ്പൊ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ അതുവഴിയൊക്കെ മനസ്സിലാക്കാം. പക്ഷെ മേക്ക് ഷുവർ കിട്ടുന്ന ഇൻഫർമേഷൻ ലെജിബിൾ ആണെന്ന് ഉറപ്പാക്കുക. കാരണം നമ്മൾ ഫിസിക്കലി കാണാത്ത ഒരാളുടെ അഡ്വൈസ് എടുക്കും. ഇപ്പൊ ഈവൻ ഞാനാണെങ്കിൽ പോലും എന്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ആ ഇൻഫർമേഷൻ ക്രെഡിബിൾ ആണോ എന്ന് നോക്കാവൂ. ആ ഒരു പ്രശ്നം മാത്രമേ അതിനകത്തുള്ളൂ. ഇൻഫർമേഷൻ ഒരുപാടുണ്ട്, അതിനെ നമ്മളൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നതിന്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ 31 വയസ്സുള്ള ഒരു പുരുഷനെ ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരും 40 വയസ്സുള്ള സ്ത്രീകളാണെന്നുള്ളതാണ്. എന്നാൽ പോലും ഹൈലി വാലിഡേറ്റിംഗ് ആയിരുന്നു. ഫ്രം ഹിയറിംഗ് ഫ്രം എ മെയിൽ ഡോക്ടർ എന്നുള്ളത് ഹൈലി വാലിഡേറ്റിംഗ് ആയിരുന്നു. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നല്ലതായിരുന്നു. അതിന്റെ ഇപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഇത്ര ശ്രദ്ധിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ അമ്മയെ എനിക്ക് ഒരിക്കലും സഹായിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എന്റെ ഉമ്മിച്ചാടെ പെരിമെനോപോസ് എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം 60 ആവും, ഇപ്പം എനിക്കൊന്നും ചെയ്യാനില്ല അതില്. പക്ഷെ എന്റെ വൈഫ് എന്തായാലും പെരിമെനോപോസിൽ എത്തുന്ന ഒരാളായിരിക്കും. സോ അയാളെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി ഞാൻ പഠിച്ചു. പക്ഷെ പിന്നെ ഇങ്ങനെ എന്താ പറയാ, OP-യിൽ ഇരിക്കുമ്പം ഇപ്പൊ എന്റെ അടുക്ക വരുന്ന പേഷ്യൻസ് കൂടുതലും സമാധാനത്തിന് വരുന്നവരായിരിക്കും, മരുന്നിന് വരുന്നവരായിരിക്കത്തില്ല. സോ അപ്പൊ ആ സമാധാനം കൊടുക്കാൻ വേണ്ടി പഠിച്ചാണ്. അത് നിങ്ങൾക്ക് പറ്റും, പറ്റായി ഒന്നുമില്ല. 4 ബുക്ക് എടുത്ത് വായിച്ചാൽ ഞാൻ വേണമെങ്കിൽ ബുക്സിന്റെ ലിങ്ക് അയച്ചു തരാം, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ പറഞ്ഞുതരാം. എന്റെ ഹാർവർഡിലെ പ്രൊഫസറാണ് ആൻഡ്രൂ ഹ്യൂബർമാൻ, ANDREW, ആൻഡ്രൂ ഹ്യൂബർമാൻ, HUBBERMAN. ഹാർവർഡിലെ ഡോക്ടറാണ്. ആക്ച്വലി ഹീസ് എ സയന്റിസ്റ്റ്. പുള്ളിയാണ് ഞാൻ ഹാർവർഡിൽ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡയബറ്റിക് ആൻഡ് ഒബിസിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ചെയ്തു. പുള്ളി എന്റെ മെന്ററായിരുന്നു. പുള്ളിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. പുള്ളി പറയുന്ന എല്ലാം ചെയ്യാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഭയങ്കര ഹാർഡ് കോർ വർക്ക്ഔട്ട് പരിപാടിയൊക്കെ പുള്ളി പറയുന്നത്. പക്ഷെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം. എന്നെക്കാളും റിലയബിൾ ആണ് പുള്ളി, കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആണ്. അപ്പം പുള്ളി അത് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല പുള്ളിക്ക് പോഡ്കാസ്റ്റും ഉണ്ട്. പോഡ്കാസ്റ്റ് ആണ് കുറച്ചുകൂടെ നല്ലത്. പുള്ളിയെ കൂടെ ഒന്ന് ഇടയ്ക്ക് നോക്കുന്നത് നല്ലതായിരിക്കും. കുറെയൊക്കെ സംശയങ്ങളും പരിപാടികളും ഒക്കെ മാറി കിട്ടും. യൂട്യൂബ് ഫോളോ ചെയ്താൽ. ഇൻസ്റ്റാഗ്രാമിൽ കുറെ ആവശ്യമില്ലാത്ത പരിപാടികൾ പുള്ളിയുടെ പേരിൽ തന്നെ ഉണ്ട്. സോ ബെറ്റർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ. അഡ്വൈസിന് വേണ്ടി മാത്രം പോയി കാണാം, മരുന്ന് കഴിക്കണമെന്നില്ല. നിങ്ങൾക്ക് വലിയ എന്തെങ്കിലും അവസ്ഥ, ന്യൂമോണിയ വന്നു, അല്ലെങ്കിൽ ഇപ്പം ക്യാൻസർ, സ്ട്രോക്ക് വന്നു, അതിനൊക്കെ ഒരു ഡോക്ടർ ആവശ്യമുള്ളൂ. അല്ലാതെ അഡ്വൈസ് ചോദിക്കുക. ഡോക്ടർ മരുന്നിന്റെ ആവശ്യമുള്ളൂ, അല്ലാതെ അഡ്വൈസ് ചോദിക്കുക. ജിമ്മിൽ പോവുക, നല്ല ഫുഡ് കഴിക്കുക, ഭർത്താവിനെ മക്കളെ നേർവഴിക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരിക. നമ്മുടെ വഴി നേർവഴിയാണെന്നില്ല, പക്ഷെ യു ഷുഡ് ബി സെൽഫിഷ്. നമ്മുടെ കാര്യം ആദ്യം നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇതങ്ങ് മാറിക്കോളും. അല്ല പ്രത്യേകിച്ച് വലിയ പരിപാടി. പിന്നെ ഈ കാൽസ്യം വൈറ്റമിൻ D3 അൺകോംപ്രമൈസബിൾ, അത് കഴിച്ചേ പറ്റും. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയും ഞങ്ങളുടെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് വളരെ ക്ഷമയോടുകൂടി ഉത്തരം നൽകുകയും ചെയ്ത ഡോക്ടർ ഫിറോസിനോട് ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി W4W ഞങ്ങളുടെ ഹോൾ കോർ ടീമും ഇവിടുത്തെ ലിസണേഴ്സും അറിയിക്കുകയാണ്. ഇതുപോലെ ക്ഷമയോടെ ഞങ്ങളെ കേൾക്കാൻ, ഞങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനും അദ്ദേഹം എടുത്ത സമയത്തിനും അദ്ദേഹത്തിൻ്റെ വിശാലമായ മനസ്സിനും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇതുപോലെ ഒരുപാട് സെഷൻസ് ഇനിയും ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ നടക്കട്ടെ, അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ഇതോടുകൂടി ഞങ്ങൾ വിഷ് ചെയ്യുകയാണ്.